وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉംദത്തുൽ അഹ്കാമിൽ കിതാബുസ് സിയാം എന്ന വലിയ അധ്യായമാണ് നമ്മൾ വായിച്ചു വരുന്നത്. നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളെ കുറിച്ചുള്ള ഹദീസുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നോമ്പിന്റെ പ്രധാനപ്പെട്ട വിധിവിലക്കുകൾക്ക് ശേഷം കഴിഞ്ഞ അധ്യായത്തിൽ സുന്നത്ത് നോമ്പുകളെ കുറിച്ചും അതിലേറ്റവും അഫ്ളലായ സുന്നത്ത് നോമ്പ് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ സുന്നത്തായി നോമ്പുകൾ എടുക്കാൻ പാടില്ലാത്ത ദിവസങ്ങളെക്കുറിച്ചുമാണ് അവസാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നുള്ള ഉപ അധ്യായം ബാബു ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ അധ്യായം എന്നാണ് അദ്ദേഹം അതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. ലൈലത്തുൽ ഖദർ, സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ച രാവിനെയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് നമുക്കറിയാം. ഖുർആനിൽ അല്ലാഹു തആല അതിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുള്ള ഒരു രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. 1000 മാസങ്ങൾക്ക് പകരമായി ഒരു ദിവസം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഒരു രാവ് മാത്രമാണ്. ഒരു സൂര്യാസ്തമയത്തിന് ശേഷം പിറ്റേന്ന് ഫജ്ർ വരെയുള്ള സമയം, അത്രയും സമയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾക്ക് ശ്രേഷ്ഠത പറഞ്ഞിരിക്കുന്നത് ഖൈറും മിൻ അൽഫി ഷഹർ എന്നാണ്. 1000 മാസത്തിനേക്കാളും ശ്രേഷ്ഠത എന്നാണ് പറഞ്ഞത്. ഏകദേശം 83 വർഷവും ഏതാനും മാസങ്ങളും നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമാണ് വർഷത്തിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒറ്റ രാവിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. ആ രാവിൽ നമ്മൾ നിസ്കരിച്ചാൽ, ആ രാവിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, ദിക്റുകൾ ചെയ്തുകൊണ്ട് ആ രാവിനെ ധന്യമാക്കിയാൽ അല്ലാഹു തആല അതിന് പകരമായി നമുക്ക് 83 വർഷവും ചില്ലാനും മാസങ്ങളും നമ്മൾ ഇബാദത്ത് ചെയ്തതിനേക്കാളും കൂടുതൽ പ്രതിഫലം നൽകും എന്നാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ റമളാനിലാണ് എന്നുള്ളതിൽ സംശയമില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞു ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖുർആനിനെ ലൈലത്തുൽ ഖദറിലാണ് നാം അവതരിപ്പിച്ചത്. പിന്നീട് പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഷഹ്റു റമദാനിലാണ്, റമദാൻ മാസത്തിലാണ് ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ മാസത്തിലാണ് എന്നുള്ളത്. ഈ 2 ആയത്തും വായിക്കുന്ന ഒരാൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഖുർആൻ അവതരിച്ച റമദാൻ അത് ലൈലത്തുൽ ഖദറിലാണ്, ലൈലത്തുൽ ഖദർ റമദാനിലാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇനി ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന വാക്ക്, ഖദർ എന്നുള്ളത്, ആ വാക്ക് ഖദർ ദാലിന് സുക്കൂനാണ്. ഖദർ എന്ന് പറയുമ്പോൾ ദാലിന് സുക്കൂനാണ്. ദാലിന് ഫത്ഹുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഖളാ ഖദർ എന്നൊക്കെ നമ്മൾ പറയും. വിധി എന്നുള്ള അർത്ഥത്തിൽ ഖദർ എന്ന് പറയാറുണ്ട്. ഖദർ എന്ന് ദാലിന് സുക്കൂനിട്ട് പറഞ്ഞാൽ അത് 2 അർത്ഥം അതിന് പറയാറുണ്ട്. ഒന്ന്, അത് തശ്രീഫ് എന്നുള്ള അർത്ഥത്തിലാണ്, ശ്രേഷ്ഠത, ഒരു കാര്യത്തിന് വലിയ പോരിശയുള്ള ശ്രേഷ്ഠതയുള്ള എന്ന അർത്ഥത്തിൽ അത് പ്രയോഗിക്കും. ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠതയുള്ള രാവ് എന്നുള്ള അർത്ഥത്തിൽ അത് പ്രയോഗിക്കും. അതിന്റെ വിശേഷണത്തിലേക്ക് ചേർത്ത് പറയുന്നതാണ് ലൈലത്തുൽ ഖദർ അഥവാ ലൈലത്തു ഷരീഫ, അൽ ലൈലത്തു ഷരീഫ, ശ്രേഷ്ഠതയുള്ള രാവ് എന്നുള്ള അർത്ഥത്തിൽ. അതല്ലെങ്കിൽ തഖ്ദീർ എന്നുള്ള വിധി നിർണയത്തിന്റെ രാവ് എന്നുള്ള അർത്ഥത്തിലും ഇത് പ്രയോഗിക്കപ്പെടും. അല്ലാഹു തആല പറഞ്ഞു ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, ആ ദിവസത്തിലാണ് എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല വേർതിരിക്കുന്നത്. അതായത് വർഷാവർഷമുള്ള അള്ളാഹു കാര്യങ്ങൾ എഴുതുന്ന ഒരു ദിവസമായിട്ടാണ് ലൈലത്തുൽ ഖദർ. എഴുതാൻ അള്ളാഹു വർഷാവർഷം ഓരോ കാര്യത്തിലും അടുത്ത വർഷത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ലൗഹുൽ മഹ്ഫൂദിൽ നേരത്തെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി മലായിക്കത്തുകളും ഓരോ വർഷവും ഇനി എന്ത് സംഭവിക്കും, ഓരോ വ്യക്തികൾക്കും എന്ത് സംഭവിക്കും എന്ന് എഴുതും. അതും ലൈലത്തുൽ ഖദറിലാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ അധ്യായത്തിലുള്ള ഹദീസുകൾ വായിക്കാം. ഒന്നാമത്തത് അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ
أن رجالا من أصحاب النبي صلى الله عليه وسلم أروا ليلة القدر في المنام في السبع الأواخر فقال النبي صلى الله عليه وسلم أرى رؤياكم قد تواطأت في السبع الأواخر فمن كان متحريها فليتحرها في السبع الأواخر. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ തർജിമ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള സ്വഹാബി തന്നെയാണ്. അദ്ദേഹം പറയുന്നു അന്ന റിജാല മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ചില പുരുഷന്മാർ. ആരൊക്കെയാണ് ആ റിജാൽ എന്ന് പറഞ്ഞിട്ടില്ല. അത് പല ഹദീസുകളിലും അന്ന റജുലൻ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു എന്നാലെന്ന് ചോദിച്ചു. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ആരാണ് ആ വ്യക്തി എന്ന് ചോദിക്കുന്നതിൽ മനസ്സിലാക്കുന്നതിൽ പ്രത്യേകിച്ചൊരു ഫായിദ ഇല്ല. ആ വ്യക്തി ഇന്ന സഹാബിയാണോ? ആര് ചോദിച്ചാലും ആ വ്യക്തി ഒരു സഹാബി ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് മനസ്സിലാക്കി ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആരൊക്കെയാണ് എന്നതിൽ പറയുന്നില്ല. ചില വ്യക്തികൾ, സഹാബികളിൽപ്പെട്ട ചിലർ, സഹാബിമാർ എന്താണ് അവർക്ക് സംഭവിച്ചത്? ഉറു ലൈലത്തുൽ ഖദ്രി ഫിൽ മനാം ഫിസ് സബ്ഇൽ അവാഖിർ. ഉറു അവർക്ക് കാണിക്കപ്പെട്ടു. ഉറു എന്ന് പറഞ്ഞാൽ കാണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറാഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാണിച്ചു. അല്ലാഹു തആലയാണ് അവർക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തത്. ഉറു ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ അവർ കാണിക്കപ്പെട്ടു ഫിൽ മനാം, അവരുടെ സ്വപ്നത്തിൽ. ഫിസ് സബ്ഇൽ അവാഖിർ, അത് സംഭവിക്കുക റമളാനിലെ അവസാനത്തെ 7-ലാണ്, അവസാനം 7 ദിവസത്തിലാണ് അത് സംഭവിക്കുക എന്നുള്ളത് അവർക്ക് സ്വപ്നത്തിൽ വെളിവാക്കപ്പെട്ടു, സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തുകയുണ്ടായി. അവർ പറഞ്ഞു അറ റുയാകും ഖദ് തവാതഅത് ഫിസ് സബ്ഇൽ അവാഖിർ, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം, നിങ്ങളുടെ ഏതാനും ചിലർ സ്വപ്നം കണ്ടിട്ടുണ്ട്, എല്ലാവരുടെ സ്വപ്നവും ഖദ് തവാതഅത് ഐ ഖദ് ഇത്തഫഖത്, എല്ലാവരുടെയും സ്വപ്നം ഏകോപിച്ചിരിക്കുന്നു, അതാ ഒരേപോലെ കണ്ടിരിക്കുന്നു. ഫിസ് സബ്ഇൽ അവാഖിർ, റമളാനിൽ അവസാനത്തെ 7-ലാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരും അതേപോലെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരോടുമായി പറഞ്ഞു ഫമൻ കാന മുതഹദീഹ, ആരെങ്കിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ കാത്തിരിക്കുന്നുവെങ്കിൽ ഫല്യതഹറഹാ ഫി സബ്ഇൽ അവാഖിർ, റമളാനിൽ അവസാനത്തെ 7 ദിവസങ്ങളിൽ അന്വേഷിക്കട്ടെ, 7 ദിവസങ്ങളിൽ അവൻ അതിനെ തേടിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദർ അതേത് ദിവസമാണ്, ഇന്ന ദിവസമാണ് എന്നറിയിക്കുന്ന വ്യക്തമായ സൂചനകൾ ഖുർആനിലോ സ്വഹീഹായ ഹദീസുകളിലോ ഇല്ല. ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ, ഇന്ന ഡേറ്റ് ആണ് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒരു ദലീൽ, ഒരു തെളിവ് ഖുർആനിലോ ഹദീസിലോ ഇല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ദിവസങ്ങൾ എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഒന്നാമത് അത് റമളാനിലാണ് എന്നുള്ളത്, റമളാനിലാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളതിൽ സംശയമില്ല. രണ്ടാമത്തെ ഒന്നുകൂടി നമുക്ക് ഉറപ്പിച്ചു പറഞ്ഞു തന്നിരിക്കുന്നു, അത് അവസാനത്തെ 10 ദിവസങ്ങളിലാണ് എന്ന് പറഞ്ഞു തരികയുണ്ടായി. ഇവിടെ പറയുന്നു അവസാനത്തെ 7 ദിവസങ്ങളിലാണ് എന്നാണ്. ഇതെന്താണ്? ഇത് നമ്മൾ വൈരുദ്ധ്യമാണോ? അവസാനത്തെ 10 ദിവസങ്ങളിലും അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു, അവസാനത്തെ 7 ദിവസങ്ങളിലും അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇത് വൈരുദ്ധ്യമാണോ? ഒരിക്കലും വൈരുദ്ധ്യമല്ല. ഇതിനെ പണ്ഡിതന്മാർ ജംഅ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ 10 ദിവസങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 രാവുകളിൽ നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിൽ നമ്മൾ കേട്ടത് അവസാനത്തെ 7 അന്വേഷിക്കുക എന്നുള്ളതാണ്. അത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സഹീഹ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടിനെയും ജംഅ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. അത് എപ്രകാരമാണ്? ഇൽതമിസൂഹ ഫിൽ അശ്റിൽ അവാഖിർ, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കേണ്ടത് അവസാനത്തെ 10 രാവുകളിലാണ്. ഫഇൻ ദഅഫ അഹദുകും ഔ അജസ്, നിങ്ങളിൽ ഒരാൾക്ക് അതിനൊരു അശക്തി സംഭവിച്ചു, നിങ്ങൾ ദുർബലനായി, പറ്റാത്ത എന്തെങ്കിലുമൊക്കെ പ്രയാസമൊക്കെ ഉണ്ടായാൽ ഫലാ യുഗ്ലബൻ അല സബ്ഇൽ ബവാഖി, അവസാനത്തെ 7 അത് നിങ്ങൾ ഒഴിവാക്കരുത്, ആ 7 നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പൊ അവസാനത്തെ 10 അന്വേഷിക്കണം എന്നുള്ളതിൽ സംശയമില്ല. 10 രാവുകൾ നമ്മൾ ഒരുപോലെ അന്വേഷിക്കുക, അതിൽ സംശയമില്ല. പക്ഷേ ആദ്യത്തെ 3 ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഒഴിവാക്കരുത്. കൂടുതൽ സാധ്യത അവസാനത്തെ 7 രാവുകളിലാണ് എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞു തരുന്നത്. അതല്ലാതെ ഈ 2 ഹദീസും തമ്മിൽ വൈരുദ്ധ്യമില്ല. 10 ദിവസവും അന്വേഷിക്കാൻ തന്നെയാണ്, 10 ദിവസവും അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവസാനത്തെ 7 ദിവസമാണ് അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതിനർത്ഥം ഒരിക്കലും ആദ്യത്തെ 3 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ 3 രാവുകൾ
നമ്മൾ അലസതയോടുകൂടി കാണുക എന്നുള്ളതല്ല. അതൊരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്തതായി പറഞ്ഞു തന്നിട്ടുള്ളതാണ് അവസാനത്തെ 7 രാവുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിലുള്ള ഫവായിദ്: 1, അന്നല്ലാഹ തആല ഖദ് യുക്രിമു ബഅദൽ മുഅ്മിനീൻ ഫയുരിയഹു ഫീ മനാമിഹി മാ യൻഫഉഹു വഗൈറഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ വിശ്വാസികളിൽ ചിലർക്ക് ഒരു ഇക്റാമായിക്കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കും. അവന് ഉപകരിക്കുന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ, അവനും മറ്റുള്ളവർക്കും ഉപകരിക്കുന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തുകൊണ്ട്. പക്ഷെ അത്തരം സ്വപ്നങ്ങൾ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയൊരു അമല് ആരംഭിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അടുത്തൊരു ഫായിദായി പറയുന്നു: അൽ അമലു ബിർറുഅ്യ സാലിഹ ഇദാ ദല്ലത്തിൽ ഖരീനതു അലാ സിദ്ഖിഹാ വലം തുഖാലിഫി ശറഅ. ഒരു സാലിഹായ അമല്, അത് നമ്മളിങ്ങനെ സൽക്കർമ്മം കാണും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നിത് സത്യസന്ധമാണ് എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്തണം, ഇങ്ങനെ കണ്ടു എന്നുള്ളത്. പിന്നെ വലം തുഖാലിഫി ശറഅ, ശറഇന് എതിരാകാൻ പാടില്ല. അപ്പൊ ശറഇന് എതിരാകുന്ന കാര്യമാണ് പുതിയൊരു ഇബാദത്ത് ഒരാൾ ആരംഭിക്കുക എന്നുള്ളത്. ശറഇൽ അത് പാടില്ലാത്ത കാര്യമാണ്. ശറഇൽ പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ ഈ സഹാബികൾ കണ്ടതുകൊണ്ടല്ല ഇത് സൽക്കർമ്മമായി മാറിയിട്ടുള്ളത്. മറിച്ച് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്തപ്പോഴാണ് അത് സ്ഥിരപ്പെട്ടത്. അല്ലാതെ സഹാബികൾ കണ്ട ഉടനെ തന്നെ അവർ അമല് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അവർ കണ്ട സ്വപ്നം വന്ന് പറയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ സ്വപ്നങ്ങൾ കൊണ്ട് ഒരു പുതിയൊരു അമൽ അത് സ്ഥിരപ്പെടുകയില്ല. കാരണം ശരീഅത്തിലെ അമലുകളെല്ലാം അല്ലാഹു തആല പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു തആല ദീനിന്റെ മുഴുവൻ നിയമങ്ങളും അത് പൂർത്തിയാക്കി, മുഴുവൻ കർമ്മങ്ങളും അത് പൂർത്തിയാക്കി നൽകിയിരിക്കുന്നു. നമ്മൾക്കതിന് പുതിയതായി ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, ഇന്ന് ഒരുപാട് ആളുകൾ സ്വപ്ന വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് സ്വപ്നത്തിൽ അങ്ങനെ കണ്ടു, സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് കളവും അല്ലാത്തതുമൊക്കെ പറഞ്ഞ് പിശാചിനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ വ്യക്തി വെറുതെ കള്ളം ആരോപിച്ചു വിടുന്നതായിരിക്കാം. ഇനി അവൻ വ്യക്തമായി കണ്ടു കഴിഞ്ഞാലും പുതിയൊരു സൽക്കർമ്മം ആരംഭിക്കാൻ സ്വപ്നം തെളിവല്ല. ദീനിൽ സ്വപ്നം ഒരു സൽക്കർമ്മത്തിന് തെളിവല്ല. പക്ഷെ ചില സമയത്ത് ചില സ്വപ്നങ്ങൾ മുഅ്മിന് ഉപകരിക്കും. അവൻ ചിലപ്പോൾ അവന്റെ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അപകടത്തെക്കുറിച്ചോ ഒക്കെ തോന്നുന്ന രൂപത്തിൽ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി കാരണമാകുന്ന ചില കാര്യങ്ങൾ, സൽക്കർമ്മങ്ങളിൽ അവൻ മുന്നേറാൻ, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അങ്ങനെയുള്ള ചില ഉപകരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവൻ സ്വപ്നത്തിൽ കണ്ടേക്കാം. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്മകൾ ചെയ്യുന്ന സമയത്ത് സ്വപ്നത്തിൽ ചിലപ്പോൾ താക്കീതുകളായിട്ട് വരും. അത് നിനക്ക് വലിയ അപകടം ഉണ്ടാക്കാൻ പോവുകയാണ്, ഞാൻ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളിൽ വളരെ അലസനായി പോകുന്ന സമയത്ത് ഒരു പക്ഷെ മരണം നിനക്ക് വരാനായിട്ടുണ്ട്, നന്നായി സൽക്കർമ്മങ്ങൾ അതിൽ മുന്നേറണം. ഇതേപോലെ ഉപകരിക്കുന്ന കാര്യങ്ങൾ കണ്ടേക്കാം. അതല്ലാതെ പുതുതായിട്ടൊരു സുന്നത്ത് നോമ്പ് അല്ലെങ്കിൽ പുതുതായിട്ടൊരു ദിക്ർ, പുതുതായിട്ടൊരു നിസ്കാരം, ഇതൊന്നും സ്വപ്നത്തിലൂടെ സ്ഥിരപ്പെടുകയില്ല. അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കാനും പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായി പറഞ്ഞ കാര്യമാണ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനില്ലാത്ത ഒരു കാര്യം പുതുതായി ഒരാൾ ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടുന്നതാണ്. അത് സ്വപ്നത്തിലാകട്ടെ, അവൻ സ്വന്തമായി ഇജ്തിഹാദ് ചെയ്തിട്ട് സ്വന്തമായി ഗവേഷണം നടത്തിയിട്ടാകട്ടെ, എന്തുമാകട്ടെ, ദീനിലില്ലാത്ത കാര്യം ഒരാൾ പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അതിനൊരൊറ്റ നിയമമേ ഉള്ളൂ, അത് തള്ളിക്കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത, സ്വഹാബികൾ ചെയ്യാത്ത ഒരു കർമ്മവും സൽക്കർമ്മമാവുകയില്ല എന്ന കാര്യം സഹോദരങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് വ്യാജന്മാരിറങ്ങിയിട്ടുള്ള കാലമാണ് ഈ കാലഘട്ടം. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, റസൂൽ എൻ്റെ അടുക്കൽ വന്നു, എന്നെ ചുംബിച്ചിട്ട് പറഞ്ഞു എൻ്റെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജന്മാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. സാധാരണക്കാരെ വഞ്ചിക്കാൻ സാധുക്കളാണ് അവർ. റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്നാണ് അവർ പറയുന്നത്. ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് റസൂലുള്ളാഹി തന്നെയായിരിക്കും. കാരണം പിശാചിന് റസൂലുള്ളാഹിന്റെ രൂപമെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹദീസിന്റെ താല്പര്യം അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് ഇത് റസൂലുള്ളാഹിയാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ വല്ല സൂചനയും കണ്ടാൽ അത് റസൂലുള്ളാഹിയായിരിക്കും എന്നല്ല. മറിച്ച് ആ കണ്ട വ്യക്തി പൂർണ്ണമായും റസൂലിന്റെ അതേ രൂപമുള്ള ആളായിരിക്കണം. അപ്പൊ എങ്ങനെയാണ് റസൂലിന്റെ അതേ രൂപമുള്ള ആളാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? അത് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സാധിക്കുക സഹാബികൾക്കാണ്. കാരണം സഹാബികളാണ് റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടിട്ടുള്ളത്. താബിഈങ്ങൾ കണ്ടിട്ടില്ല, അങ്ങോട്ടുള്ള ഒരാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് താബിഈങ്ങളായ ആളുകൾ സ്വപ്നം കണ്ടാൽ പോലും അവർ സഹാബികളുടെ അടുത്ത് വന്ന് പറയും, ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട്, കളർ എങ്ങനെയാണ്, നീളം എത്രയാണ്, വലിയ ഹൈറ്റുള്ള ആളാണോ, നന്നേ കുറിയ ആളാണോ? അല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പൂർണ്ണമായി അവിടുത്തെ സിഫാത്തുൽ ഖൽഖിയ്യ, സൃഷ്ടിപ്പിന്റെ ആ രൂപം, അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അശ്ശമാഇലുൽ മുഹമ്മദിയ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഹദീസുകൾ കാണാൻ പറ്റും. റസൂലുള്ള ഇങ്ങനെയാണ്, അവിടുത്തെ നിറം ഇങ്ങനെയായിരുന്നു, അവിടുത്തെ വണ്ണം ഇങ്ങനെയായിരുന്നു, വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണമായ രൂപസാദൃശ്യമാണ് കണ്ടിട്ടുള്ളത് എങ്കിൽ അത് റസൂലുള്ളാഹിയാണ്. പിശാചിന് അങ്ങനെ റസൂലുള്ളാഹിന്റെ രൂപത്തിൽ വരാൻ പറ്റൂല. പക്ഷെ പിശാചിന് വേറെ ആളെ രൂപത്തിൽ വരാൻ പറ്റും, വേറെ ഏതെങ്കിലും കോലത്തിൽ വരാൻ പറ്റും. അത് പിശാചിന് വരാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് റസൂലുള്ളാഹി ആവണമെന്നില്ല. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു കഴിഞ്ഞാൽ റസൂലുള്ള പുതുതായിട്ട് എന്തെങ്കിലും ഇബാദത്തിന് പഠിപ്പിക്കുകയോ? ഇല്ല. അല്ലാഹു തആല പൂർണ്ണമായ ഇബാദത്തുകൾ ഉമ്മത്തിന് വേണ്ടി പഠിപ്പിച്ചു തന്ന് അത് ഉമ്മത്തിനെ സാക്ഷിയാക്കിയിട്ടാണ് അവിടുന്ന് വഫാത്തായിട്ട് പോയിട്ടുള്ളത്. അത് പുതുതായി എന്തെങ്കിലുമൊക്കെ ആരംഭിക്കുകയോ പുതുതായി ദിക്ർ പഠിപ്പിക്കുകയോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ചെയ്യുകയില്ല. അപ്പൊ അങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ അറിയാത്ത ആളുകളാകുമ്പോൾ ഈ പറയുന്ന വ്യക്തി അവൻ കണ്ട കളവും അവൻ പറയുന്ന മറ്റ് കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ പലരും സഹോദരങ്ങളെ അതൊക്കെ വിശ്വസിച്ചു പോകുന്നുണ്ട്. അത് ശരിയല്ല. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. സ്വപ്നം അത് ദീനിൽ ഒരു ഇബാദത്ത് ആരംഭിക്കാൻ ഒരിക്കലും തെളിവല്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ. ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസമാണ് എന്ന് അറിയിക്കുന്ന, കൂടുതൽ പ്രതീക്ഷ ഏത് ദിവസങ്ങളിലാണ് നമ്മൾ നൽകേണ്ടത് എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസിൽ എന്താണ് പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തഹറൗ ലൈലത്തുൽ ഖദ്ർ, നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക, ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 ഒറ്റയായ രാവുകളിൽ. അവസാനത്തെ 10 പ്രതീക്ഷിക്കേണ്ടത്. പൂർണ്ണമായി ഓരോ ദിവസവും പ്രതീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും സാധ്യത ഏതിലാണ്? ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 ഒറ്റയിലാണ്. അതായത് 21 രാത്രി, 23 രാത്രി, 25 രാത്രി, 27 രാത്രി, 29 രാത്രി. ഈ 5 ദിവസങ്ങളാണ് മൊത്തം 10 രാവുകളിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മൾ നമ്മുടെ ഇബാദത്ത് ഒന്നുകൂടി വർദ്ധിപ്പിക്കണം. അതല്ലാതെ ഇതിന്റെ അർത്ഥം എന്തല്ല? ഇതിന്റെ അർത്ഥം ഒരിക്കലും 22-നും 24-നും 26-നും 28-നും അതുപോലെ അവസാനത്തെ നോമ്പിന്റെ 30-ന്റെ രാവിനൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക, ഇബാദത്തൊന്നും ഇല്ല, പള്ളിയിലിരുന്ന് വർത്താനം പറയുക, എന്നിട്ട് 21, 23 ഒറ്റയായ രാവുകളിൽ മാത്രം ഇബാദത്ത് ചെയ്യുക. അങ്ങനെയല്ല. അങ്ങനെ മനസ്സിലാക്കുക. ഈ ഹദീസുകൾ ശരിക്കും മനസ്സിലാവാത്ത ആളുകൾ മാത്രമാണ്. കാരണം 10 രാവിലും സാധ്യതയുണ്ട്, 10-ലും സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെയുള്ള ഹദീസുകൾ നമ്മൾ കേട്ടു, 10-നും സാധ്യതയുണ്ട്. പക്ഷെ കൂടുതൽ സാധ്യത ഒറ്റയായ രാവുകളിലാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ നമുക്ക് സാധിക്കുന്നത്ര ഇബാദത്തുകൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യും. പക്ഷേ ഒറ്റയായ രാവ് കാണുമ്പോൾ നമ്മൾ ഒന്നുകൂടി കൂടുതൽ ഉന്മേഷത്തോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അതാണ് നമ്മൾ വേണ്ടത്. കൂട്ടുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ ദിവസവും നമ്മൾ പരമാവധി ചെയ്യണം. ഈ ദിവസങ്ങളാകുമ്പോൾ നമ്മുടെ നിസ്കാരാകട്ടെ, നമ്മുടെ ദുആയാകട്ടെ, ദിക്റാകട്ടെ, കൂടുതൽ ഇത് സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് അമലുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും? ലൈലത്തുൽ ഖദ്ർ അത് 27-നാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് ബാക്കിയുള്ള ദിവസം അങ്ങനെ അലസമായി അവസാനത്തെ 10 അത് ഷോപ്പിങ്ങിനും മറ്റുമൊക്കെ ഒഴിവാക്കി ഒരൊറ്റ രാവ് മാത്രം അവരതിനു വേണ്ടി മാറ്റിവെക്കുന്നതാണ്. യഥാർത്ഥത്തിൽ വലിയ ഖൈറുകളായിരിക്കും അതിന് നഷ്ടപ്പെടുക. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു ദിവസം കൃത്യമായി അറിയിച്ചു തരുന്നതാണോ, അതല്ല ആ ദിവസം അവസാനത്തെ 10 രാവുകളിലാണെന്ന് അറിയിച്ചു തരുന്നതാണോ നമുക്ക് ഏറ്റവും ഖൈർ? നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവസാനത്തെ 10 രാവുകളിൽ ഒന്നാണ് എന്ന് അറിയിച്ചു തരുന്നത് തന്നെയാണ് ഏറ്റവും ഖൈർ. കാരണം നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഭൗതികമായ കാര്യങ്ങൾ പോലെ അല്ല. നമ്മൾ 10 ദിവസവും പണിയെടുത്ത് കഴിഞ്ഞാൽ അത്രയും പ്രതിഫലം നമ്മൾ അക്കൗണ്ടിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ വർഷം വരുമ്പോഴും നമ്മൾ അവസാനത്തെ 10 രാവുകളിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ടാവുക, കൂടുതൽ നേരം നിസ്കരിച്ചിട്ടുണ്ടാവുക, ദിക്ർ ചൊല്ലിയിട്ടുണ്ടാവുക, ദുആ ചെയ്തിട്ടുണ്ടാവുക. സംശയമില്ല. കാരണം മനുഷ്യന്മാർക്ക് ഏറ്റവും ഇബാദത്ത് ചെയ്യാനുള്ള ഖുവത്തും ഊർജ്ജസ്വലതയൊക്കെ കിട്ടുക അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ രാവുകളാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള രാവുകളെയാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ നല്ല ശാന്തിയും സമാധാനവും ഇബാദത്ത് ചെയ്യാനുള്ള ശക്തിയൊക്കെ പൊതുവെ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന രാവുകളാണിത്. അപ്പൊ അങ്ങനെ 10 രാവുകൾ തരുമ്പോൾ നമുക്ക് 10 രാവുകൾ പ്രതിഫലം ചെയ്തതായിട്ട് കിട്ടും. നമുക്ക് മറ്റേതെങ്കിലുമൊക്കെ ദുനിയാവിന്റെ കാര്യമാണെങ്കിലോ, ഒരാൾ പറയാണ് ഇനി ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കണം, 10 ഏതെങ്കിലും ഒരു ദിവസത്തിൽ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു നിധി കിട്ടും. നമ്മൾ 9 ദിവസം പോയതും വേസ്റ്റാണ്. കാരണം അവിടെ പോയിക്കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. കിട്ടുന്നൊരു ദിവസം ഒരു ദിവസത്തിലേക്ക് അവിടെ നിധി ഉണ്ടാവുക. നമ്മൾ 10 ദിവസം പോകും ആ നിധി അവിടെ കിട്ടണമെങ്കിൽ.
എന്നാൽ നമുക്ക് ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുള്ളൂ. ബാക്കി 9 ദിവസം നമ്മൾ ഇബാദത്ത് ചെയ്താൽ നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ ആ ചെയ്യുന്ന ഇബാദത്തൊക്കെ റമളാനിന്റെ രാവുകളിലാണ്, ഇരട്ടി പ്രതിഫലങ്ങൾ ലഭിക്കുന്ന രാവുകളിലാണ് നമ്മൾ ചെയ്യുന്നത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നല്ല ഇരട്ടി പ്രതിഫലങ്ങൾ ആ രാവിലും കിട്ടും. ഒരിക്കലും അത് ചിലപ്പോൾ നമുക്ക് ഓരോരുത്തരും ചിന്തിക്കും, നമുക്ക് ഇന്ന രാവാണെന്ന് അറിയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഹൈർ, നമുക്ക് അന്ന് ഉഷാറാക്കായിരുന്നു എന്ന് പറയും. ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഏറ്റവും യോജിക്കുന്ന കാര്യമാണ് നിയമമായി ബാക്കി വെക്കുക. അതല്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാമല്ലോ നമുക്ക് ഇന്ന രാവ് അറിയിച്ചു തരാമെന്നുള്ളത്. നമുക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത് ഈ 10 രാവുകളിലും നമ്മൾ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 രാവിലും ജീവിതത്തിൽ തുല്യത ഇല്ലാത്ത രൂപത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. ഇത് നമ്മളെ മീസാനിൽ നാളെ തുലാസിൽ തൂങ്ങാനുള്ളതാണ്, സൽക്കർമ്മങ്ങളായി തൂങ്ങാനുള്ളതാണ്. അതിന് നമുക്ക് വർദ്ധിപ്പിക്കാൻ ഇബാദത്ത് മുഅ്മിനീങ്ങളിൽ നിന്നും കൂടുതൽ ഉണ്ടാകട്ടെ. അത് അവരെ ഉപകരിച്ചുകൊണ്ട്, അവരെ തിന്മകളെ അതിജയിച്ചുകൊണ്ട് നന്മകൾ ഭാരമുള്ളതാകട്ടെ എന്ന കാരുണ്യത്തോടു കൂടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു ദിവസം ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പറഞ്ഞു തരാതിരുന്നത്. അതുകൊണ്ട് നമ്മൾ ആ 10 രാവും വളരെയധികം പ്രതീക്ഷയോടുകൂടി ഇന്നായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ദിവസവും ദുആ ചെയ്യണം, ദിക്ർ, അതുപോലെ തന്നെ ഇബാദത്തുകളൊക്കെ വർദ്ധിപ്പിക്കണം. എങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അതിൽ ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. 10 രാവിൽ ഒരു ദിവസം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി നേരെ തിരിച്ച് ഏതെങ്കിലും ഒരു ദിവസം മാത്രമാണ് ലൈലത്തുൽ ഖദർ എന്ന് വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് ജീവിതത്തിൽ തന്നെ കണ്ടുനോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അവരിൽ ഇബാദത്തുകൾ വളരെ കുറവായിരിക്കും. അവർ ആ ഒരൊറ്റ രാവിനെ മാത്രം പ്രതീക്ഷിച്ചിട്ട് ആ ദിവസം കഴിഞ്ഞ ഉടനെ നിർത്തും പരിപാടി. പിന്നെ 28ഓ 29ഓ ഒന്നും അവർക്കില്ല. 30ന്റെ രാവുണ്ടെങ്കിൽ അതും അവർക്ക് ഒരു ഇബാദത്ത് ഉണ്ടാകാൻ സാധിക്കുകയില്ല. എന്നാൽ 10 രാവും അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളെ 10 രാവിലും നന്നായി ഇബാദത്ത് ചെയ്യുന്നവരായി കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഏതായിരിക്കും കൂടുതൽ ഖൈർ എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അടുത്ത ഹദീസ്, عن أبي سعيد الخدري رضي الله عنه أن النبي صلى الله عليه وسلم كان يعتكف العشر الأوسط من رمضان. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം റമളാനിന്റെ നടുവിലുള്ള 10-ൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ ചില റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന റിവായത്തിൽ വളരെ കൃത്യമായി ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ ആദ്യത്തെ 10-ൽ ഇഅ്തികാഫ് ഇരുന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു, ഇന്നല്ലദീ തത്ലുബു അമാമക്, നീ ഉദ്ദേശിക്കുന്ന കാര്യം ലൈലത്തുൽ ഖദർ അത് മുന്നിലാണ്, ഈ 10-ലല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതകഫൽ അശ്റൽ ഔസത്ത്, അവിടുന്ന് രണ്ടാമത്തെ 10-ൽ ഇഅ്തികാഫ് ഇരുന്നു. രണ്ടാമത്തെ 10 അവസാനിക്കാറായപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലദീ തത്ലുബു അമാമക്, ഇനി നീ പ്രതീക്ഷിക്കുന്ന കാര്യം ഇനി മുമ്പിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ 10 ദിവസം അവസാനത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി. ഇനി വേറൊരു വരാനില്ല, 3 10 ഉള്ളൂ. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പിറ്റേന്ന് രാവിലെ സ്വഹാബികളെ വിളിച്ച്, അതായത് 20ന്റെ അന്ന് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി ഹദീസിൽ പറയാൻ പോകുന്നത്. കാന യഅ്തകിഫുൽ അശ്റൽ ഔസത മിൻ റമളാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടുവിലുള്ള 10-ലാണ് ഇഅ്തികാഫ് ഇരുന്നത്. فاعتكف عاما حتى إذا كانت ليلة 21 وهي ليلة التي يخرج من صبيحتها من اعتكافه قال من اعتكف معي فليعتكف العشر الأواخر فقد أريت هذه الليلة ثم أنسيتها وقد رأيتني أسجد في ماء وطين من صبيحتها فالتمسوها في العشر الأواخر والتمسوها في كل وتر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20ന്റെ രാവിലെ ആയപ്പോൾ സ്വഹാബികളെ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും എന്നോടൊപ്പം ഇത്രയും ദിവസം ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ ഫലിയഅ്തകിഫൽ അശ്റൽ അവാഖിർ, അവസാനത്തെ 10 കൂടി ഇഅ്തികാഫ് ഇരുന്നോളൂ. കാരണം ഫഖദ് ഉരീതു ഹാദിഹി ലൈല, എനിക്ക് ഈ രാവ് ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ ഈ 10 ദിവസത്തിൽ ഒരു രാവാണെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സുമ്മ ഉൻസീതുഹ, പിന്നീട് എന്നെ മറപ്പിച്ചു കളഞ്ഞു. അതാണ് നേരത്തെ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹിക്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത് മറപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ മറപ്പിച്ചു കളഞ്ഞു. പക്ഷെ അതിലൊരു അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടത് അല്ലാഹു മറപ്പിച്ചിരുന്നില്ല. ആ അടയാളം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, വഖദ് റഅയ്തുനി അസ്ജുദു ഫീ മാഇൻ വതീനിൻ മിൻ സബീഹതിഹാ, ഞാൻ ഒരു സുബഹി നിസ്കാരം, അത് ഞാൻ നിസ്കരിക്കുന്നത് ഒരു വെള്ളവും ചളിയും ഉള്ള ഒരു ഭൂമിയിലായിരിക്കും ഞാൻ സുജൂദ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആ സുബഹി നിസ്കാരത്തിൽ വെള്ളവും ചളിയുള്ള ഒരു സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ ആ രാവിലെ മഴ പെയ്തിട്ടുണ്ടാകും എന്നാണ്. ആ രാവിലെ മഴ പെയ്തിട്ടുണ്ടാകും,
നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് ഇന്നത്തേതുപോലെയല്ല, ഈന്തപ്പന ഓല കെട്ടിക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മസ്ജിദാണ്. ചോർന്നൊലിക്കും മഴ പെയ്താൽ, അങ്ങനെ ആ നിലത്ത് ചെളി ഉണ്ടാകും. അപ്പൊ ആ സുബഹി എന്റെ നെറ്റിത്തടത്തിൽ വെള്ളവും ചെളിയും പുരളുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടത്, അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ, നിങ്ങൾ അതിന്റെ അവസാനത്തെ 10 ദിവസം അത് അന്വേഷിക്കുക. വൽതമിസുഹാ ഫി കുല്ലി വിത്ർ, നിങ്ങൾ ഓരോ ഒറ്റയായ രാവിൽ അത് പ്രത്യേകം അന്വേഷിക്കുക. അവിടെയും സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഒറ്റയായ രാവുകളിലാണ് കൂടുതൽ സാധ്യത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫമതറത്തിസ് സമാഉ തിൽക്കൽ ലൈല, ആ രാവിൽ ഞങ്ങൾക്ക് മഴ ലഭിക്കുകയുണ്ടായി. വകാനൽ മസ്ജിദു അല അരീഷിൻ ഫവഖഫൽ മസ്ജിദ്, മസ്ജിദ് ഇങ്ങനെ ഈന്തപ്പനയോല കൊണ്ടുണ്ടാക്കിയതാണ്, അങ്ങനെ മസ്ജിദിലേക്ക് വെള്ളം ചോർന്നൊലിച്ചു. فأبصرت عيناي رسول الله صلى الله عليه وسلم وعلى جبهته أثر الماء والطين, എന്റെ കണ്ണുകൾ സാക്ഷിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ വെള്ളവും ചെളിയും പുരണ്ടിട്ടുണ്ട്, അത് ഞാൻ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മിൻ സുബ്ഹി 21, അത് 21-ന്റെ, അതായത് 21-നാണെന്ന് ലൈലത്തുൽ ഖദർ സംഭവിച്ചത്, 21-ന്റെ ആ പിറ്റേന്നുള്ള ആ സുബ്ഹിയിലായിരുന്നു, എന്ന സുബ്ഹി നിസ്കാരത്തിലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ലൈലത്തുൽ ഖദർ 21-ന്റെ രാവിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതുപോലെ 23-നാണ് സംഭവിച്ചിട്ടുള്ളത്, 25-നാണ്, 27-നാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ, 29-നാണെന്നുള്ള അർത്ഥത്തിലുമൊക്കെ വ്യത്യസ്ത ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് വർഷാവർഷം അത് ഏത് ദിവസം ഏത് രാവിലാണ് എന്നുള്ളത് അത് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു വർഷം 21-നാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം അത് 23-നായിരിക്കും, പിന്നെ 25-നായിരിക്കാം, 27-നായിരിക്കാം, 29-നായിരിക്കാം. ഇങ്ങനെ കൂടുതൽ സാധ്യത ഉള്ളതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ഇന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഹദീസുകളും ഉണ്ട്. ഇതൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അവസാനത്തിലെ 10 രാവും നമ്മൾ ശരിക്കും പണിയെടുക്കണം എന്നറിയിക്കുന്നത് തന്നെയാണ് ഈ വ്യത്യസ്ത ഹദീസുകൾ. അതിൽ തന്നെ ഒറ്റയായ രാവുകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നത് തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത്. അതിൽ തന്നെ അവസാനത്തെ 7 രാവുകൾ അത് നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതല്ലാതെ ഒരു ദിവസം ഒരു രാവും നമ്മൾ അത് നിസ്സാരമാക്കി അലസമായി കൊണ്ടുപോകരുത്. നമ്മൾ ഓരോ രാവിലും ഇതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ചെയ്യണം. ഇതായിരിക്കും, ഈ രാവ് തന്നെ ആയിരിക്കും. കാരണം എല്ലാ സ്ഥലത്തും നമുക്ക് ചില അടയാളങ്ങളുണ്ട്. പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അതിന് കിരണങ്ങൾ ഉണ്ടാവുകയില്ല, നല്ല രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ ഉദിച്ചു പോന്നു. ഇതൊക്കെ പിറ്റേന്നുള്ള അടയാളങ്ങളാണ്. അതുപോലെ രാത്രിയിൽ നല്ല ശാന്തമായ രാത്രിയായിരിക്കും. ഇതൊക്കെ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ അത് മാത്രം അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇബാദത്തുകളിൽ നമ്മൾ വീഴ്ച വരുത്തും. നമ്മൾ ഈ അടയാളങ്ങൾ മാത്രം നോക്കിപ്പോകും. നമ്മളത് ചെയ്യേണ്ടതില്ല. കുറച്ച് 10 രാവുകളും നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇബാദത്തുകൾ നന്നാക്കുക. ഇതാണ് ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്നാണ്. ഈ ഹദീസിലുള്ള ഫവായിദ്, ഒന്ന്, ഹിർസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല ഇദ്റാഖി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ കിട്ടുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഴിഞ്ഞു പോയതും ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ 30 ദിവസവും ലൈലത്തുൽ ഖദറിന് വേണ്ടി ആ റമളാനിൽ അന്വേഷിച്ചു എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അവസാനത്തെ 10-ലാണ് എന്നറിഞ്ഞപ്പോൾ പിന്നീട് അവിടുന്ന് അവസാനത്തെ 10-ലാണ് ഉമ്മത്തിനോട് അത് കൂടുതൽ പ്രതീക്ഷിക്കാൻ, അതിലൊറ്റ രാവിൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഅലമുൽ ഗൈബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബിയായ അദൃശ്യമായ കാര്യം അറിയാൻ സാധിക്കുകയില്ല. അല്ലെ, നമ്മളെ നാട്ടിലൊക്കെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഷിർക്കൻ വിശ്വാസമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത വഹിയിലൂടെ അറിയിച്ചു കൊടുത്ത കാര്യങ്ങളല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ യാതൊരു നിർവാഹവുമില്ല. അവിടുന്ന് സ്വന്തമായി എത്ര കഷ്ടപ്പെട്ടാലും ഗൈബിയായ കാര്യം, അല്ലാഹു മറച്ചു വെച്ച കാര്യം അവിടുന്ന് അറിയാൻ സാധിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു കാര്യം അറിയിച്ചു കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അറിയും. അപ്പോൾ അവിടുന്ന് പറയും വഹിയായിട്ട്, ഇങ്ങനെ സംഭവിക്കും, ഇന്ന കാര്യം സംഭവിക്കും. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല. നോക്കുക, ലൈലത്തുൽ ഖദർ ഇന്നതാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തരുമായിരുന്നു, ഗൈബ് അറിയുമായിരുന്നെങ്കിൽ. അവിടുന്ന് അറിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ സാലിഹ്യങ്ങൾക്കോ ശുഹദാക്കൾക്കോ ഒരാൾക്കും ഗൈബ് അറിയാൻ സാധിക്കുകയില്ല. എന്താണ് തെളിവ്? കൂടെയുള്ള സഹാബികൾ, ഏറ്റവും വലിയ ഔലിയാക്കളായ സാലിഹ്യങ്ങളായ ശുഹദാക്കളായ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹാബികൾ. ഇവരൊരാൾക്കും എന്ത് സാധിച്ചിട്ടില്ല? അവർക്ക് ഗൈബിയായ വിവരം കാരണത്താൽ
ഇന്ന ദിവസമാണ്, ഇന്ന രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് അവർക്ക് പറയാൻ സാധിച്ചിട്ടില്ല. അതാണ് അള്ളാഹു താല പറഞ്ഞത് ഖുർആനിൽ. ഗൈബ് എനിക്കറിയുമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്, എനിക്കൊരുപാട് ഖൈറുകൾ വർദ്ധിപ്പിക്കാമായിരുന്നു, എനിക്കൊരു ഷർറും ഏൽക്കുകയുമില്ല. പക്ഷേ ഗൈബ് ഒരാൾക്കും അറിയാൻ സാധിക്കുകയില്ല എന്നുള്ള അനേകം തെളിവുകളിൽ ഒന്നാണ് ഇത്തരം ഹദീസുകൾ. മൂന്നാമത്തെ, അന്നഹു യജൂസു അൻ യൻസ കമാ യൻസ ഗൈറുഹു മിനൽ ബശർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു മനുഷ്യരെ പോലെ തന്നെ അവർക്ക് മറവി സംഭവിക്കും. എന്നാൽ ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും അതിൽ മറവി സംഭവിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുത്തിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പൂർണ്ണമായും ഈ ഉമ്മത്തിനെ അത് എത്തിച്ചിരിക്കും. അള്ളാഹു അത് ഏറ്റെടുത്തിട്ടുള്ളതാണ്. അള്ളാഹു താല അത് ഏറ്റെടുത്തിട്ടുള്ളതാണ്. ആദ്യം വഹി ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനഃപ്പാടമാക്കാൻ തിരക്ക് കൂട്ടുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു താല ആയത്ത് ഇറക്കി, ലാ തുഹർരിക് ബിഹി ലിസാനക്, നീ നിന്റെ നാവ് കൊണ്ട് തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, നിന്നെ ഞാൻ മറപ്പിക്കുകയില്ല. പൂർണ്ണമായി അള്ളാഹു താല ശരീഅത്തിലെ നിയമങ്ങൾ നിനക്ക് ഹൃദയത്തിൽ അള്ളാഹു താല ഹൃദയസ്ഥമാക്കാൻ അള്ളാഹുവിന് സഹായമുണ്ടാകും. നീ ഒന്നും മറന്നു പോവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് എത്തിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറവി സംഭവിക്കുകയില്ല, പിശക് സംഭവിക്കുകയില്ല. അള്ളാഹു താല അതിനു വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ സംരക്ഷണം അവിടത്തേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ സാധാരണ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്ന മറവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിക്കും. മറന്നുകൊണ്ട് ഒരു കാര്യം അല്ല, അവിടുന്ന് മറന്നുകൊണ്ട് നിസ്കാരം 5 റക്അത്ത് നിസ്കരിച്ചിരുന്നു, മറന്നുകൊണ്ട് നിസ്കാരം 2 റക്അത്തിൽ സലാം വീട്ടിയിരുന്നു. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിൽ മനുഷ്യന്മാരെ പോലെ തന്നെ സാധാരണ മനുഷ്യനെ വഹി ലഭിക്കുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അവിടുന്ന് സാധാരണ മനുഷ്യനാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. നാലാമത്തെ ഫായിദ, മശ്റൂഇയത്തുൽ ഇഅ്തികാഫ്. ഇഅ്തികാഫ് ശരീഅത്തിലുള്ളതാണ് എന്നുള്ളതിന് തെളിവാണ്. ധാരാളം ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇഅ്തികാഫ് ശരീഅത്തിലുള്ളതാണ് എന്നുള്ളതിന് തെളിവ് തന്നെയാണ്. അന്ന മിൻ അഹമ്മി മഖാസിദിഹി തഹരി ലൈലത്തുൽ ഖദർ ലിയതഫറഗ ലിൽ അമലി സ്വാലിഹ് ഫീഹാ. ലൈലത്തുൽ ഖദർ അന്വേഷിക്കുന്നതിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അത് സാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന ലൈലത്തുൽ ഖദർ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. ലൈലത്തുൽ ഖദർ റമളാന്റെ അവസാനത്തെ 10-ലാണെന്നുള്ള ഫായിദ നമ്മൾ പറഞ്ഞതാണ്. അടുത്തത്, മശ്റൂഇയത്തു ഇൽതിമാസ് ലൈലത്തുൽ ഖദർ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ ഫിൽ ഔതാരി മിൻഹ. റമളാനിലെ അവസാനത്തെ 10 രാവുകളിൽ ലൈലത്തുൽ ഖദർ അന്വേഷിക്കുക, അത് ഒറ്റയായ രാവുകൾ കൂടുതൽ അന്വേഷിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അന്നല്ലാഹു തആല ഖദ് യുരി ഇബാദഹു അലാമത്തൻ ഹിസ്സിയ അലാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന് നേർക്കുനേരെയുള്ള ചില അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചില അടിമകൾക്ക് കാണിച്ചു കൊടുക്കും, സഹാബികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബയാനു മാക്കാന അലൈഹി മസ്ജിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹ്ദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് കിട്ടി. ഓലമേന മസ്ജിദായിരുന്നു, വലിയ ആർഭാടങ്ങളോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന് നൽകിയിരുന്നില്ല. മറിച്ച് മസ്ജിദിന്റെ ഉദ്ദേശം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് അങ്ങനെയുള്ള ഒരു വളരെ ലളിതമായ രൂപത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അന്നൽ മശ്റൂഅ മുബാശറത്തുൽ മുസല്ലി അൽ അർള ബിൽ ജബ്ഹതി വൽ അൻഫി ഹാല സുജൂദ്. സുജൂദ് ചെയ്യുന്ന സമയത്ത് മൂക്കും നെറ്റിത്തടവും ഒക്കെ തറയിൽ തട്ടണം. അത് ശരീഅത്തിലുള്ളതാണ്, അത് നിർബന്ധവുമാണ്. സുജൂദ് ശരിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്നോട് 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോന്ന് പറഞ്ഞു. അൽ ജബ്ഹ, അജബ്ഹ നെറ്റിത്തടം പറയുമ്പോൾ അഷാറ ഇല അൻഫിഹി, ആ സമയത്ത് മൂക്കിലേക്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. നെറ്റിത്തടവും മൂക്കും തറയിൽ തട്ടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ചില ആളുകളൊക്കെ സുജൂദ് ചെയ്യുന്ന സമയത്ത് നെറ്റി തട്ടും. മൂക്ക് തട്ടാത്ത രൂപത്തിൽ ഇങ്ങനെ നെറ്റിയുടെ ഒരു ഭാഗം കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സുജൂദ് ശരിയാകണമെങ്കിൽ, സുജൂദ് ശരിയായിട്ടില്ല നിസ്കാരം ശരിയാവില്ല. സുജൂദ് ശരിയാകണമെങ്കിൽ നെറ്റിത്തടവും മൂക്കും ഒരുപോലെ നമ്മുടെ ഭൂമിയിലേക്ക് തട്ടണം. അപ്പൊ അതിന് തടസ്സമായി നമ്മുടെ കണ്ണട ഉണ്ട് എങ്കിൽ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് ഫത്വ നൽകിയത് കാണാം, കണ്ണട നമ്മൾ അയച്ചു വെക്കണം. സുജൂദ് ചെയ്യുന്ന സമയത്ത് മൂക്ക് തട്ടുന്നില്ല എങ്കിൽ ഉടനെ ആ കണ്ണട അയച്ചിട്ട് മൂക്ക് തട്ടുന്ന രൂപത്തിൽ സുജൂദ് ചെയ്യണം. അപ്പോഴാണ് സുജൂദ് ശരിയാവുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അടുത്ത അദ്ദേഹം കൊടുത്തിട്ടുള്ള ലൈലത്തുൽ ഖദറിന്റെ അധ്യായത്തിന് ശേഷം അദ്ദേഹം കൊടുത്തിട്ടുള്ള അടുത്ത അധ്യായം ബാബുൽ ഇഅ്തികാഫ്. ഇത് കിതാബു അസ്സിയാമിലെ അവസാനത്തെ അധ്യായമാണ്. ബാബുൽ ഇഅ്തികാഫ്. ഇഅ്തികാഫ് സഹോദരങ്ങളെ, അത് ഭാഷാപരമായി അതിന്റെ അർത്ഥം ലുസൂമുശ് ശൈഇ വൽ മുവാളബതി അലൈഹി. ഒരു കാര്യത്തിൽ നമ്മൾ പതിവായി ഒന്നിൽ നമ്മൾ ഒട്ടിയിരിക്കുക, അതാണ് ഇഅ്തികാഫ്. ഭജനമിരിക്കൽ എന്നൊക്കെ പറഞ്ഞത് അതാണ്. എന്തെങ്കിലും ഇപ്പൊ വീട്ടിലൊരാൾ പതിവായി ഇരുന്നതിന് നമ്മൾ അയാൾ വീട്ടിൽ ഇഅ്തികാഫ് എന്ന് ഭാഷാപരമായി പറയാം. കാരണം അവിടെ തന്നെയാണ്, അവിടെ മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഭജനം ഇരുന്നു എന്നുള്ള രൂപത്തിൽ പറയാം. എന്നാൽ ശരീഅത്തിൽ ഇഅ്തികാഫ് അത് അൽ ഇഖാമത്തു ഫിൽ മസ്ജിദിലാണ്. മസ്ജിദിൽ മാത്രമേ ഇഅ്തികാഫ് ഉള്ളൂ, വേറെ എവിടെ ഇഅ്തികാഫ് ഇല്ല.
മസ്ജിദിൽ മാത്രമേ പുണ്യം പ്രതീക്ഷിച്ച ഒരു സ്ഥലത്ത് ഇരുന്നാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കാം ഇബാദത്തിന് എന്ന് പ്രതീക്ഷിക്കാൻ അത് മസ്ജിദിൽ മാത്രമേ ഉള്ളൂ. തഖർറുബൻ ഇലല്ലാഹി തആല വ തഫറുഗൻ ലിതാഅതിഹി, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ഇബാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാനും മസ്ജിദിൽ നമ്മൾ ഇരിക്കുക. അതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലൊരാളൊരു നിസ്കാരമുറി ഉണ്ടാക്കി അവിടെ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. അവിടെ ഇഅ്തികാഫ് ഇരുന്നാൽ നമുക്ക് മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിന്റെ പ്രതിഫലം കിട്ടുകയില്ല. അങ്ങനെ ഒരു ഇഅ്തികാഫ് ഇല്ല. മസ്ജിദിലാണ് ഇഅ്തികാഫ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഹിദ്നാ ഇലാ ഇബ്രാഹീം വ ഇസ്മാഈൽ അൻ തഹിറ ബൈതിയ ലിത്തായിഫീൻ വൽആകിഫീൻ വറുക്കഇ അസ്സുജൂദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഞാൻ കൽപ്പന നൽകി. അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരാണ് കഅബയെ നിർമ്മിച്ചിട്ടുള്ളത്, അതിനെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻ തഹിറ ബൈതിയ, എന്റെ ഈ ഭവനത്തെ ശുദ്ധിയാക്കി വൃത്തിയാക്കി നൽകണം. മസ്ജിദ് വൃത്തിയാക്കുക എന്നുള്ളത് അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. ലിത്തായിഫീൻ, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് കഅബയിൽ തവാഫ് ഉണ്ട്. അതുപോലെ തന്നെ വൽ ആകിഫീൻ, ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. വറുക്കഇ സുജൂദ്, അതുപോലെ നിസ്കരിക്കുന്ന ആളുകൾക്ക് റുക്കൂഉം സുജൂദും നിസ്കാരത്തെ അറിയിക്കുന്നു. നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്ക് തവാഫ് ചെയ്യുന്നതിന് വേണ്ടി ഈ മസ്ജിദ് അത് ശുദ്ധിയായി വൃത്തിയായി കൊണ്ട് നടക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയോടും കൽപ്പിച്ചിരിക്കുന്നു. ആ കൽപ്പന അവിടെ ഇന്നും അതുപോലെ പിൻപറ്റുന്നു നമുക്ക് കാണാൻ സാധിക്കും. അത്രയും വൃത്തിയായിട്ടാണ് അവർ മതാഫും മസ്ജിദും അതിന്റെ ഓരോ മുക്കും മൂലയും അവർ കൊണ്ടു നടക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇത് ഏതൊരു മസ്ജിദും ഇതേപോലെ തന്നെ വൃത്തിയിലും ശുദ്ധിയിലും കൊണ്ടു നടക്കേണ്ടതുണ്ട്. കാരണം അവിടെ ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് മസ്ജിദിൽ ഒരാൾ മാലിന്യം ഉണ്ടാക്കുക, അഴുക്കുണ്ടാക്കുക എന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നതിനേക്കാളും തെറ്റായ കാര്യമാണ്. എവിടെയും നമ്മൾ ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല. പക്ഷെ മസ്ജിദിൽ നിസ്കരിക്കുന്ന ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിൽ അവിടെ വേസ്റ്റുകളും അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ നിന്നൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്താൽ അത് വളരെ ഗുരുതരമായ കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. തിരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. മസ്ജിദിൽ എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് എടുത്തു നീക്കുക, അതിന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. മസ്ജിദ് വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഇടമാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. ഒന്നാമത്തേത് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ أن رسول الله صلى الله عليه وسلم كان يعتكف في الأشهر الأواخر من رمضان حتى توفاه الله عز وجل ثم اعتكف أزواجه بعده وفي لفظ كان النبي صلى الله عليه وسلم يعتكف في كل رمضان فإذا صلى الغداة جاء مكانه الذي اعتكف فيه. ഈ ഹദീസിൽ ഇഅ്തികാഫ് ശരീഅത്തിൽ ഉള്ളതാണെന്നും അതിന്റെ നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആകുന്നത് വരെ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല, ദുർബലപ്പെടുത്തിയിട്ടില്ല എന്നും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇഅ്തികാഫ് ഇരുന്നു എന്നെല്ലാമുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്താണ് ഇതിൽ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ, അവർ പറയുന്നു കാന യഅ്തകിഫു ഫിൽ അശ്റിൽ അവാഖിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു മിൻ റമളാനിൽ ഹത്താ തവഫാഹുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുന്നത് വരെ, റൂഹ് ഏറ്റെടുക്കുന്നത് വരെ, വഫാത്ത് ആകുന്നത് വരെ അവിടുന്ന് ഇഅ്തികാഫ് ഉപേക്ഷിച്ചിട്ടില്ല. ഇഅ്തികാഫ് അത്രയും പുണ്യമുള്ള ഒരു ഇബാദത്താണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ പോലും ഒഴിവാക്കിയിട്ടില്ല. അത്രയും പ്രതിഫലമുള്ള ഒരു ഇബാദത്താണ് ഇഅ്തികാഫ്. അപ്പോൾ അത് നസ്ഖ് സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇഅ്തികാഫ് ഇല്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് ശരിയല്ല. ഇഅ്തികാഫ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ പുലർത്തി പോന്ന ഇബാദത്താണ്, നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ല, പ്രതിഫലാർഹമായ കാര്യമാണ്. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു ബഅദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ പത്നിമാർ ഇഅ്തികാഫ് ഇരുന്നു. സ്ത്രീകൾക്ക് മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കാം, അതിൽ പ്രതിഫലം പ്രതീക്ഷിക്കാം. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്ക് മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കൽ സുന്നത്താണ്. അപ്പൊ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് സ്ത്രീകൾക്ക് മസ്ജിദിൽ പ്രവേശിക്കാം. സ്ത്രീകൾക്ക് മസ്ജിദിലെ ഇഅ്തികാഫ് ശരിയാവുള്ളൂ എന്ന് യാതൊരു സംശയമില്ലല്ലോ. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സ്ത്രീകൾക്ക് മസ്ജിദിൽ പോകാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല, പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വലിയ അബദ്ധമാണ് പറയുന്നത്. യാതൊരു തെളിവും അതിനില്ല. സ്ത്രീകൾക്ക് മസ്ജിദിൽ നിസ്കരിക്കാൻ പോകാം, ഇഅ്തികാഫിന് പോലും പോകാം. പിന്നെയാണ് നിസ്കാരം. നിസ്കാരത്തിനാകെ 5-10 മിനിറ്റാണ് മസ്ജിദിൽ ചെലവഴിക്കേണ്ടതുള്ളൂ. റമദാനിലെ അവസാനത്തെ 10 മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഹദീസിൽ അടുത്ത ലഫ്ളിൽ പറയുന്നു കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫി കുല്ലി റമദാൻ, എല്ലാ റമദാനിലും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഫൈദ സല്ലൽ ഗദാത്ത്, ഗദാത്ത് എന്ന് പറഞ്ഞാൽ സലാത്തുൽ ഗദാത്ത് അഥവാ സലാത്തുൽ ഫജ്ർ, ഫജ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ ജാഅ മക്കാനഹു അല്ലദി ഇഅ്തകഫ ഫീ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാൻ മസ്ജിദിനകത്ത് ടെന്റ് ഉണ്ടാക്കിയിരുന്നു, ചെറിയ രൂപത്തിലൊരു ഖൈമ ഉണ്ടാക്കിയിരുന്നു, അതിനകത്തേക്ക് പ്രവേശിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളതാണ് അതിലുള്ളത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം പറയാം. ഇതിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമദാനിലും ഇഅ്തികാഫ് ചെയ്തിരുന്നു എന്നുള്ളതും മരണം വരെ അവിടുന്ന് ചെയ്തിരുന്നു എന്നുള്ളതും അവിടുത്തെ ഭാര്യമാരെല്ലാവരും അത് പിൻപറ്റി എന്നുള്ളതും ഒക്കെ പറയുകയാണ്. ഇതിൽ നിന്നുള്ള ഫവായിദ് മശ്റൂഇയത്തുൽ ഇഅ്തികാഫ് ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത് അല്ലാഹു തആല ശരീഅത്തിൽ കൊണ്ടുവന്ന നിയമമാണ്. അന്ന ഹുക്മഹു ബാഖിൻ ലം യുംസഖ്, ഈ ഹുക്മ ബാക്കിയാണ്, അത് ദുർബലപ്പെട്ടിട്ടില്ല. 3 മശ്റൂഇയത്തു ഇഅ്തികാഫിൻ നിസാ, സ്ത്രീകൾക്ക് ഇഅ്തികാഫ് ഇരിക്കൽ അനുവദനീയമാണ്. പക്ഷേ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരു കാര്യം പറയുന്നുണ്ട്, ലാകിൻ ബിശർത്തി അല്ലാ യഹ്സുല ബിഹി ഫിത്ന, സ്ത്രീകൾക്ക് ഒരു ഫിത്ന ഉണ്ടാകാൻ പാടില്ല. സ്ത്രീകൾ അവിടെ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ഫിത്ന ഉണ്ടാക്കാൻ പാടില്ല. അല്ലെ, ഞാൻ സ്ത്രീകൾക്ക് ഇഅ്തികാഫ് അനുവദനീയമാണ് എന്ന് മാത്രമേ അവിടെ പറഞ്ഞു പോയാൽ ഇത് കേൾക്കുന്ന പല സ്ഥലത്തുള്ള ആളുകളുണ്ടാവും, പല നാട്ടിലുള്ള സ്ത്രീകളുണ്ടാവും. അപ്പൊ സ്ത്രീകൾക്ക് ഇഅ്തികാഫ് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മസ്ജിദിലേക്ക് പോകാൻ തുടങ്ങി. അവിടെ സ്ത്രീകൾക്ക് ചില മസ്ജിദിൽ സ്ത്രീകൾക്ക് മറൊന്നും ഉണ്ടാവില്ല. സ്ത്രീകളുടെ ഭാഗത്ത് ആ രൂപത്തിൽ കൃത്യമായി അവർക്ക് ഒരു സേഫ്റ്റി ഒന്നും ഇല്ലാത്ത സ്ഥലമൊക്കെ ആയിരിക്കും, അവിടെ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ പുരുഷന്മാരൊരു ഇഅ്തികാഫ് ഇരിക്കാത്ത മസ്ജിദായിരിക്കും, പക്ഷെ ആ നാട്ടിൽ 2 സ്ത്രീകൾക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ തോന്നാണ്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു സേഫ്റ്റി അവിടെ ഉണ്ടാവാൻ സാധ്യത ഇല്ല. കാരണം ആരുമില്ല, രാത്രി ആരുമില്ല, 2 സ്ത്രീകൾ മാത്രം ഒരു മസ്ജിദിൽ നിൽക്കുന്ന അവസ്ഥ. അപ്പൊ അതൊക്കെ പരിഗണിക്കണം. അല്ല, സ്ത്രീകൾക്ക് ഇഅ്തികാഫ് ഉണ്ട് എന്ന് പറയുമ്പോൾ നേരെ പോയി അതിന്റെ മറ്റു കാര്യങ്ങൾ നോക്കാതെ ഒരു ഫിത്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പരിഗണിക്കാതെ പോയി ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളതല്ല. അവിടെ ഒരു തരത്തിലുള്ള ഇഅ്തികാഫ് ഇരിക്കാൻ പാടില്ല. പിന്നെ ചില മസ്ജിദുകളിൽ ഉണ്ടാകും, അവിടെ ഉള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ അവരുടെ ഇടയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന കാര്യങ്ങൾ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള അടുത്തൊക്കെ പോകുന്നത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ സ്ത്രീകൾക്ക് സപ്ലൈ ചെയ്യാനൊക്കെ പുരുഷന്മാരൊക്കെ വരുന്ന സ്ഥലം ഉണ്ടാവും. വിവരമില്ലാത്ത ആളുകൾ അതൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. സ്ത്രീകൾക്ക് കൊണ്ട് ആ ചോറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അന്യപുരുഷനൊക്കെ ആയിരിക്കും സ്ത്രീകളുടെ ഇടയിലേക്കൊക്കെ കയറി ചെല്ലുക. അല്ല, അതൊക്കെ കൃത്യമായി അറിയുന്ന ദീനിന്റെ നിയമങ്ങളൊക്കെ അറിയുന്ന മസ്ജിദൊക്കെ ഉണ്ടെങ്കിൽ, ആ രൂപത്തിൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾ ഇഅ്തികാഫിന് പോയാൽ മതി. ചിലരത് നിർബന്ധ ബുദ്ധിയോടാണ് കാണുന്നത്, എങ്ങനെയെങ്കിലും പോയേ പറ്റൂ. ഇനിയിപ്പോൾ ഭർത്താവിന് ഇഷ്ടമല്ലെങ്കിലോ അതിന്, അല്ലെങ്കിൽ വീട്ടിലെ അതേപോലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ സ്ത്രീകൾക്കുണ്ടെങ്കിലോ അത് ഭർത്താവ് പറയുന്ന ആൾ കേൾക്കണം. ഭർത്താവ് പറയുന്നത് അതനുസരിക്കണം. മറ്റുള്ള ചുമതലകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പാഴാക്കിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇഅ്തികാഫിന് പോകുക എന്നുള്ളതല്ല. അത് സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്തം അവരുടെ വീട്ടിലെ ഉത്തരവാദിത്തമാണ്, ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്, കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിലൊക്കെ പ്രതിഫലം പ്രതീക്ഷിക്കണം. എന്നാൽ ചില സ്ത്രീകൾക്ക് അത്തരം കാര്യങ്ങളിൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് കുറവായിരിക്കും. അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. ചിലപ്പോൾ ദഅവത്തിന് താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ താല്പര്യം. അതൊക്കെ ഖൈറാണ്, ഫിത്നകൾ ഇല്ലാതെ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ഖൈറാണ്. പക്ഷേ ഏറ്റവും വലിയ ബാധ്യതകൾ ഒഴിവാക്കിയിട്ട് സ്ത്രീകൾ അങ്ങനത്തെ പരിപാടികൾക്ക് ഇറങ്ങുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇഅ്തികാഫ് ഇരിക്കുന്ന ആ സ്ഥലം അത് സ്ത്രീകൾക്ക് സുരക്ഷയുണ്ട്, അമ്നുണ്ട്, അതുപോലെ അവിടെ മറ്റു ഫിത്നകളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പിക്കണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സുന്നത്തായ കർമ്മത്തിന് മുന്നേറും. കാരണം ഒരു സുന്നത്തിന് വേണ്ടി ഹറാമുകൾ സംഭവിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതൊരു സുന്നത്ത് നമ്മൾ എടുക്കുന്ന സമയത്തും അതിന് എത്ര പ്രതിഫലമുള്ള സുന്നത്താകട്ടെ, ഒരു ഹറാമ് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അവിടെ മുഖദ്ദമായിട്ട് പിൻപറ്റേണ്ടത് അവിടെ ദർഉൽ മഫാസിദാണ്. അവിടെ ഒരു ഫസാദ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പിൻപറ്റേണ്ടത്. ശരീഅത്തിന്റെ അടിസ്ഥാന നിയമമാണ്. അടുത്ത ഫായിദ, ജവാസു ലർബി ഖിബാഇൻ ലിൽ മുഅ്തഖിഫി ഫിൽ മസ്ജിദ് യഅ്തഖിഫു ഫീ. ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ഖിബാ, ഒരു ഖൈമ പോലത്തെ ഒരു ഇഅ്തികാഫ് ഇരിക്കാനുള്ള ഒരു സംവിധാനം അത് ഉണ്ടാക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ലാക്കിൻ ബിഷർത്തിൻ അല്ലാ യദീഖ അലൽ മുസല്ലി, നിസ്കരിക്കുന്ന ആൾക്ക് ഒരു ഇടുക്കം ഉണ്ടാക്കുക എന്നുള്ളത് പാടില്ല. ഈ മസ്ജിദിൽ ഇപ്പോൾ ഇവിടെ 1ാമത്തെ സഫ് ഇതാണ്. ഒരാൾ അവിടെ ഒരു ഇത്കാഫിന്റെ ടെന്റ് അടിച്ച് എന്തായിരിക്കും അവസ്ഥ? 1ാമത്തെ സഫിൽ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല. അപ്പോൾ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, അത്തരം ടെന്റ് എടുക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള മസ്ജിദ് നമുക്ക് അതിന് 1ാമത്തെ നിലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലകൾ, വേറെ നിലകൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വലിയ മസ്ജിദാണ് പുറകിലേക്കുള്ള സ്ഥലമൊക്കെ ഉണ്ട് എങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. അത് അനുവദനീയമായ കാര്യമാണ്. അതായത് ഒറ്റയ്ക്ക് ഇരിക്കാൻ കൂടുതൽ സഹായിക്കും. ഇഅ്തികാഫിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്, ഒറ്റക്കാകുക, റബ്ബുമായി ഒറ്റക്കാകുക എന്നുള്ളതാണ്. പലപ്പോഴും ആ ലക്ഷ്യം അട്ടിമറിക്കപ്പെടാറുണ്ട്. നേരത്തെ വീട്ടിൽ ഒറ്റക്കൊറ്റക്ക് ഇബാദത്ത് ചെയ്ത ആൾക്കാരായിരിക്കും. ഇഅ്തികാഫിന് വന്നിട്ട് 10 ആളായിട്ട് വർത്താനായിരിക്കും. അത് ഇഅ്തികാഫിന്റെ ലക്ഷ്യത്തെ അട്ടിമറിക്കുന്ന കാര്യമാണ്. ഒരു ഉപകാരം ഉണ്ടാവില്ല. സാധാരണ വീട്ടിലിരുന്നിട്ട് ആദ്യത്തെ 20 ദിവസം അവൻ ചിലപ്പോൾ
ഇശാ കഴിഞ്ഞിട്ട് നന്നായി ഖുർആനൊക്കെ ഓതി ദിക്റൊക്കെ ചൊല്ലി സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ് വീണ്ടും നിസ്കരിച്ച് ദുആ ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇത് നേരെ മാറി ഇവിടെ വന്ന് ഇശാക്ക് ശേഷം ഒരു ഫുഡ് ഭക്ഷണം കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞു, അങ്ങനെ സമയം കളഞ്ഞു. പിന്നെ കുറച്ചു നേരം ഓതി 2-3 പേജ് ഓതി, പിന്നെയും കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ ആ പ്രാവശ്യത്തെ എന്തെങ്കിലും ചർച്ചകളുണ്ട്, ആ ചർച്ചകളൊക്കെ ചെയ്തു. പിന്നെ ഫജറിന് മുമ്പ് വീണ്ടും ഭക്ഷണമായി, അത് കഴിച്ചു. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചായ ഒക്കെ കൊണ്ടുവന്ന് അവിടെയൊക്കെ വട്ടത്തിൽ വിരിച്ച് സുഫ്ര വിരിച്ച് അങ്ങനെ ചായ കുടിച്ച് കുറേ വർത്താനം പറഞ്ഞു. അപ്പോൾ നേരത്തെ 20 ദിവസം വർത്താനം പറയാത്തതിനേക്കാളും കൂടുതൽ വർത്താനവും ചിലപ്പോൾ കളിതമാശകൾ വരെ എത്തിക്കാഫിൽ സംഭവിക്കുകയാണ് എങ്കിൽ അത് എത്തിക്കാഫിന്റെ നിയമം അട്ടിമറിച്ചിരിക്കുന്നു. യാതൊരു ഉപകാരവും ഇല്ല. അങ്ങനെയുള്ള എത്തിക്കാഫിനേക്കാളും നല്ലത് ഒരാൾക്ക് വീട്ടിലിരുന്ന് ഇബാദത്ത് ചെയ്യലായിരിക്കും. അതാണ് കൂടുതൽ അഭികാമ്യം. കാരണം എത്തിക്കാഫിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അതിനു വേണ്ടിയിട്ടാണ് ഈ ടെന്റിന്റെ കാര്യം പറയുന്നത്, റബ്ബുമായി ഒറ്റക്കാകുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു ഇബാദത്ത് വേറെ ഇല്ല. റബ്ബുമായി ഒറ്റക്ക് ഇബാദത്ത് ചെയ്യുക. ബാക്കിയുള്ള പല ഇബാദത്തുകളും വർഷം മുഴുവനും ഉണ്ട്. എന്നാൽ റബ്ബുമായി ഒറ്റക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് ആ രൂപത്തിൽ കരഞ്ഞു പറഞ്ഞ് ചോദിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് എത്തിക്കാഫിന്റെ പ്രഥമമായ ലക്ഷ്യം. അതിനെ അട്ടിമറിക്കുന്ന രൂപത്തിൽ എത്തിക്കാഫ് ആകാൻ പാടില്ല. എത്തിക്കാഫ് ഒരു ഇജ്തിമാ ആകാൻ പാടില്ല. ആളുകൾക്കൊക്കെ ഒരു ഗ്യാതറിംഗ് ചെയ്യാനുള്ള, ഞാൻ ഈ മസ്ജിദ് എത്തിക്കാഫ് നീ പറയില്ല, നീയും വരും, എന്തിനാ വിളിക്കുന്ന, എല്ലാവരും വന്ന് ഡെയിലി ഇങ്ങനെ വർത്താനവും തമാശയും അങ്ങനെ പകലും രാവും ഒക്കെ ഒരു 10 ദിവസത്തെ ഒരു ക്യാമ്പിന് പോയ പ്രതീതി കിട്ടുക എന്നുള്ളതല്ല എത്തിക്കാഫ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് 10 ദിവസം നമുക്ക് ഇന്ന മസ്ജിദ് എത്തിക്കാഫ് അങ്ങനെ ശരിയാണ്. ചില മസ്ജിദ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് ചില ഖൈറുകൾ ഉണ്ടാകും. കാരണം അവിടെ ദുറൂസുകൾ, ഇൽമിയായ ക്ലാസ്സുകൾ ഉണ്ടാകും. ശരിയാണ്, നമുക്ക് ആ ഒരു നിയത്തിൽ ഇൽമ് അവിടെ നമുക്ക് കിട്ടും. അടക്കം ഈമാനികമായി നമുക്കൊന്ന് ഉണർവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ സുന്നത്ത് അനുസരിച്ചുള്ള നിസ്കാരങ്ങളും മറ്റുമൊക്കെയുള്ള മസ്ജിദാകുമ്പോൾ കൂടുതൽ അഭികാമ്യമാണ്. അവിടെ സുന്നത്ത് അനുസരിച്ചിട്ടാണ് രാത്രി നിസ്കാരങ്ങളും അതുപോലെ മറ്റ് 5 നേരത്തെ നിസ്കാരങ്ങളും എല്ലാം സുന്നത്ത് അനുസരിച്ചിട്ടാണ്. അപ്പം അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ നിയത്തിൽ നമ്മൾ ചില മസ്ജിദ്, നമുക്ക് ഈ മസ്ജിദ് നല്ലതാണ് അവിടെ എത്തിക്കാഫിരിക്കാമെന്ന് പറയാം. പക്ഷെ അതൊരിക്കലും എന്താകാൻ പാടില്ല, നമുക്കിനെ ഒരുമിച്ച് കൂടി കുറെ സൊറ പറഞ്ഞ് വർത്താനം പറഞ്ഞ് പകലും രാവും ഒക്കെ ആ രൂപത്തിൽ കളയുക, ഫസാദാക്കുക എന്നുള്ളത് പാടില്ല. അപ്പൊ ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഹദീസ്, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ കാനത് തുറജ്ജിലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഹായിളുൻ വഹുവ മുഅ്തകിഫുൻ ഫിൽ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിലായി മസ്ജിദിൽ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുടി ചീകി കൊടുക്കുമായിരുന്നു. തുറജ്ജിൽ എന്ന് പറഞ്ഞാൽ മുടി നല്ല ചീകി എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നതിനാണ് അങ്ങനെ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ മുടിയൊക്കെ ചീകി കൊടുക്കുമായിരുന്നു. വഹിയ ഹായിൽ, ആയിഷ റളിയല്ലാഹു അൻഹ ഹൈലുള്ളവളായിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അവൾ മസ്ജിദിലല്ല. വഹിയ ഫി ഹുജ്റത്തിഹ, ആയിഷ റളിയല്ലാഹു അൻഹ വഹിയ ഫി ഹുജ്റത്തിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകൾക്കാണ് ഹുജ്റാത്ത് എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ നിന്നും തല ഇട്ടാൽ നേരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടായി. എവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്? നമുക്ക് ഉറപ്പിച്ച് ഇന്നും പറയാൻ പറ്റുന്ന ഒരേ ഒരു വീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. കാരണം അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ അവിടെയാണുള്ളത്. അപ്പൊ നമ്മൾ ആ കാണുന്ന റൗളയുടെ തൊട്ടപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഉള്ളത് നമുക്കറിയാം. അവിടെയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന്റെ അതിന് തൊട്ടിപ്പുറത്തുള്ള ഭാഗത്ത് കിടക്കുകയും അങ്ങനെ തല അപ്പുറത്തേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യും. യുനാവിലുഹാ റഅസഹു, അവിടുത്തെ തല എനിക്ക് ഇങ്ങോട്ട് നീട്ടിത്തരുമായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ തലയൊക്കെ എന്ത് ചെയ്യും, മടിയിൽ തല വെച്ചിട്ട് അങ്ങനെ മുടിയൊക്കെ ചീകി കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. വഫീ റിവായത്തിൻ വകാന ലാ യദ്ഖുലുൽ ബൈത ഇല്ലാ ലിഹാജത്തിൽ ഇൻസാൻ, അവിടുന്ന് ഒരു മനുഷ്യന്റെ ഹാജത്തുൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ അൽ ബൗൽ വൽ ഗായിത്, മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരാറില്ലായിരുന്നു എന്നാണ് പറയുന്നത്. വഫീ റിവായത്തിൻ അന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇൻ കുൻതു ലഅദ്ഖുലൽ ബൈത ലിൽ ഹാജ വൽ മരീദു ഫീഹി ഫമാ അസ്അലു അൻഹു ഇല്ലാ വഅന മാറ, ഞാൻ എത്തിക്കാഫിരിക്കുന്ന സമയത്ത് ഞാൻ മസ്ജിദിൽ നിന്നും വീട്ടിലേക്ക് പോകും, ഹാജത്തിന് വേണ്ടി മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകും. അപ്പൊ അവിടെ വല്ല രോഗിയായിട്ടും ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഫമാ അസ്അലു അൻഹു ഇല്ലാ വഅന മാറ, ഞാൻ അവിടെ നിന്ന് പോയി രോഗിയെ ശുശ്രൂഷിക്കാനോ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കാനോ നിൽക്കാറില്ല, ഞാനത് നടന്നുകൊണ്ടേ ചോദിക്കാറുള്ളായിരുന്നു. അത് രോഗി സന്ദർശനം പോലെയുള്ള കാര്യങ്ങൾക്ക് പോലും എത്തിക്കാഫിൽ നിന്നും പോകേണ്ടതില്ല എന്നാണ് അറിയിക്കുന്നത്. ഇപ്പൊ ഇവിടെ എത്തിക്കാഫിനെ കുറിച്ചിട്ട് എത്തിക്കാഫിൽ നിന്നും മസ്ജിദിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിൽ നിന്നും അതേപോലെ മസ്ജിദിൽ നിന്നും ശരീരം അതിന്റെ ഒരു ഭാഗം പുറത്തേക്ക് എത്തിക്കുന്നതൊക്കെ ഇത്തികാഫിനെ ബാധിക്കുമോ ഇല്ലേ എന്ന് അറിയിക്കുന്ന കാര്യമാണ് ഈ ഹദീസിലുള്ളത്. ഫായിദകൾ: ഒന്ന്,
ജവാസു ഇഖ്റാജിൽ മുഅ്തകിഫി റഅസഹു മിനൽ മസ്ജിദ്. ഇഅ്തികാഫിൽ ഇരിക്കുന്ന ഒരാൾക്കാരുടെ തല പുറത്തേക്ക് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തെറ്റില്ല. അപ്പൊ അങ്ങനെ ഒക്കെ ചർച്ചകളുണ്ട്, മസ്അലകളുണ്ട്. ഇഅ്തികാഫിൽ ഇരിക്കുന്ന ആളുടെ അങ്ങനെ പുറത്തേക്ക് ഒരു നിലക്കും പോകാൻ പാടില്ല. അല്ല, ഇങ്ങനെ തല പുറത്തേക്ക് ഇടുന്നത് കൊണ്ട് അങ്ങനെയൊന്നും കുഴപ്പം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല അപ്പുറത്തെ വീട്ടിലാണുള്ളത്, ബാക്കിയാണ് മസ്ജിദിലുള്ളത്. അതുപോലെ ജവാസു തൻദീഫിൽ മുഅ്തകിഫി റഅസഹു, ഇഅ്തികാഫിരിക്കുന്ന ആള് തലയൊക്കെ നന്നായി വൃത്തിയാക്കൽ അനുവദനീയമാണ്. വയുഖാസു അലൈഹി തൻദീഫു ബദനിഹി വസിയാബിഹി, അതിനോട് ഖിയാസ് ചെയ്യാൻ പറ്റും. ശരീരവും വസ്ത്രവും ഒക്കെ ശുദ്ധിയാക്കുക എന്നുള്ളത് ഇഅ്തികാഫ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭജനം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചടഞ്ഞിരിക്കുക എന്നല്ല. കാരണം മറ്റ് അന്യമതസ്ഥരുടെ ഇങ്ങനെയുള്ള പല ആരാധനകൾ എന്ന് പറഞ്ഞാൽ വൃത്തിയും ശുദ്ധിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ എവിടെയെങ്കിലൊക്കെ അങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. അതല്ല, ഇസ്ലാം അങ്ങനെയൊന്നുമല്ല. ഇസ്ലാമിൽ ഇബാദത്ത് ചെയ്യുന്ന സമയത്തും അള്ളാഹുലേക്ക് അടുക്കുന്ന സമയത്തൊക്കെ ശരീരവും ദേഹവും വസ്ത്രമൊക്കെ നല്ല വൃത്തിയായിട്ടാണ്. വസിയാബക ഫതഹിർ, വളരെ ശുദ്ധിയായിട്ട് വസ്ത്രങ്ങളൊക്കെ നജസുകളിൽ നിന്നും അതുപോലെ ദുർഗന്ധങ്ങളിൽ നിന്നൊക്കെ നീക്കിയിട്ടാണ് ഇസ്ലാമിലുള്ള നിയമമുള്ളത്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വൃത്തിയില്ലാതെ 10 ദിവസം ഇരിക്കുക എന്നുള്ളതല്ല, വസ്ത്രം മാറ്റാതെ ഇരിക്കുക അങ്ങനെയല്ല. വസ്ത്രമൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി കുളിക്കുകയൊക്കെ ചെയ്യാമെല്ലാം ചെയ്യേണ്ടതുണ്ട്. 3 ജവാസു ഇസ്തിഖ്ദാമി റജുൽ സൗജതഹു ഫീമാ ജറത് ബിഹിൽ ആദ. ഒരു നാട്ടിൽ പൊതുവെ നാട്ടു നടപ്പായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭർത്താവ് ഭാര്യയോട് അങ്ങനെയുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപയോഗമൊക്കെ ഭാര്യയുമായി ചെയ്യുക എന്നുള്ളത് അത് അനുവദനീയമാണ്. ഭാര്യ പൊതുവെ നാട്ടു നടപ്പിൽ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അതിനുവേണ്ടി ആവശ്യപ്പെടലൊന്നും തെറ്റായ കാര്യമല്ല, അത് മനസ്സിലാക്കുക. 4 ത്വഹാറത്തു ബദനിൽ ഹൈൽ, ഹൈലുള്ള സ്ത്രീയുടെ ശരീരം ശുദ്ധിയാണ്. അവൾക്കുള്ള അശുദ്ധി എന്ന് പറയുന്നത് അത് ഹിസ്സിയായ ഒരു അശുദ്ധിയല്ല. അവരുടെ ശരീരം തൊട്ടാൽ നമുക്ക് അശുദ്ധിയൊന്നും ആവില്ല. ഉളു എടുത്ത ഒരാൾ ഹൈലുള്ള ഭർത്താവ് ഹൈലുള്ള ഭാര്യയെ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധിയൊന്നും ആവുകയില്ല. മനസ്സിലായില്ല? അത് അങ്ങനെയുള്ള ശരീരത്തിനുള്ള അശുദ്ധിയല്ല അവൾക്കുള്ളത്. അവൾക്ക് നിസ്കരിക്കാൻ പാടില്ല, ആ കാര്യങ്ങളൊക്കെയാണ് അവൾക്കുള്ളത്. നോമ്പെടുക്കാൻ പാടില്ല, ഇതൊക്കെയാണ് ഹൈലുള്ള ഒരു സ്ത്രീക്കുള്ളത്. അല്ലാതെ അവളുടെ ശരീരം ശുദ്ധിയുള്ളത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. 5 ജവാസ് ഖുറൂജുൽ മുഅ്തകിഫി ലിഹാജത്തിൽ ബൗലി വൽ ഗായിത്. മസ്ജിദിൽ നിന്നും ലഭിക്കാത്ത മലമൂത്ര വിസർജനത്തിന് ഒരു മസ്ജിദിൽ ഇല്ല എന്ന് വിചാരിക്കുക. അതിന് സംവിധാനം അവിടെ ഇല്ല, ടോയ്ലറ്റ് സംവിധാനം ഒരു മസ്ജിദിലില്ല എങ്കിൽ അയാളുടെ വീട് ലക്ഷ്യമാക്കി അതിനുവേണ്ടി പോകാം, അനുവദനീയമാണ്. ഇപ്പൊ ഒരാൾക്ക് അതുപോലെ തന്നെ കുളിക്കാനുള്ള സൗകര്യം ഒരു മസ്ജിദിലില്ല എങ്കിൽ എന്ത് ചെയ്യാം, വീട്ടിലേക്ക് അത് ആവശ്യത്തിന് പോയി കുളിച്ച് തിരിച്ചു വരാം. എന്ന് പറഞ്ഞാൽ ഇഅ്തികാഫ് മുറിയുകയില്ല. 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരാൾ മലമൂത്ര വിസർജനത്തിനോ കുളിക്കാനോ വേണ്ടി വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നാൽ ഇഅ്തികാഫ് മുറിയുകയില്ല. പക്ഷെ അങ്ങനെ സൗകര്യമുണ്ട് എങ്കിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. കാരണം പരമാവധി പുറത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. 6 മൻഉൽ മുഅ്തകിഫി മിനൽ ഖുറൂജി ലിഇയാദത്തിൽ മരീദ്. രോഗി സന്ദർശനത്തിന് വേണ്ടി ഇഅ്തികാഫിൽ നിന്നും പുറത്തു പോകുക എന്നുള്ളത് പാടില്ല എന്നാണ്. കാരണം എന്താണ്, വീട്ടിൽ പോകുന്ന സമയത്ത് ഖളാഉൽ ഹാജക്ക് മലമൂത്ര വിസർജനത്തിന് വീട്ടിൽ പോകുന്ന സമയത്ത് രോഗി ഉണ്ടായിട്ട് നിന്ന് സംസാരിക്കാറില്ല, നടന്നുകൊണ്ടേ സംസാരിക്കാറില്ല. എന്ന് പറഞ്ഞാൽ അതിനെ ലക്ഷ്യമാക്കിയിട്ടല്ല പോകുന്നത്, അതിനെ ലക്ഷ്യമാക്കാനും പാടില്ല. അപ്പൊ അങ്ങനെയുള്ള മറ്റ് കർമ്മങ്ങൾക്ക് വേണ്ടി ഇഅ്തികാഫിനുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. അവർ പൂർണ്ണമായി മസ്ജിദിൽ തന്നെ ഇരിക്കണം. 7 ജവാദു സുആലിൽ മുഅ്തകിഫി അനിൽ മരീദി ഹാല മുറൂറിഹി ബിഹി ഇദാ ഖറജ ലിൽ ഹാജ. ഒരു ആവശ്യത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അങ്ങനെ നടന്നുകൊണ്ട് എന്ത് ചെയ്യാം, രോഗിയോട് കാര്യങ്ങൾ അന്വേഷിക്കാം, ചോദിക്കാം. ഇത് അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. അടുത്ത ഹദീസ് അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ قلت يا رسول الله إني كنت نذرت في الجاهلية أن أعتكف ليلة وفي رواية يوما في المسجد الحرام قال فأوف بنذرك ولم يذكر بعض الرواة يوما ولا ليلة. ഇവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ ജാഹിലിയത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇന്നി കുന്തു നദർതു ഫിൽ ജാഹിലിയത്തിൽ ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. എന്താണ് നേർച്ച നേരുക എന്ന് പറഞ്ഞാൽ? നേർച്ച നേരുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്താക്കിയ ഒരു കാര്യം ഞാൻ നേർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി തീരും, പിന്നീട് അത് നോറ്റുകൂട്ടൽ ബാധ്യതയാകും. അതാണ് നേർച്ച എന്ന് പറയുന്നത്. അതിന്റെ ഹുക്കും അത് പണ്ഡിതന്മാർ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. അത് സുന്നത്തായ ഒരു കാര്യമേ അല്ല. നേർച്ച സുന്നത്തായ ഒരു കാര്യം ഒരാൾ നേർച്ചയാക്കുക എന്ന് പറയും ദീനിൽ പ്രോത്സാഹിപ്പിച്ച കാര്യമേ അല്ല. പണ്ഡിതന്മാരത് കറാഹത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേണ്ടതില്ല. കാരണം അള്ളാഹു താല നിർബന്ധമാക്കാത്തൊരു കാര്യം നീ ഏറ്റെടുത്ത് ഞാനത് നേർച്ചയാക്കി, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമേ അല്ല. അങ്ങനെ ചെയ്യേണ്ടതില്ല. ഞാനൊരു 2 ദിവസം നേർച്ചയാക്കി നോമ്പെടുക്കും, 10 ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കുക, അത് ചെയ്യേണ്ടതില്ല. നീ കൊടുത്തോളൂ, 10 ആൾക്ക് കൊടുത്തോളൂ, 2 ദിവസം നോമ്പെടുത്തോളൂ. ഇനി ആ സൽക്കർമ്മങ്ങൾ വെച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളൂ. അതല്ലാതെ നേർച്ചയാക്കുക അങ്ങനെ ചെയ്യേണ്ടതില്ല. ഇന്നി കുന്തു നദർതു ഫിൽ ജാഹിലിയ. അപ്പൊ ജാഹിലിയത്തുള്ള നേർച്ച അത്
അതായത് മുശ്രിക്കായിരിക്കുന്ന സമയത്താണ്. ജാഹിലിയത്തിൽ എന്ന് പറഞ്ഞാൽ മുശ്രിക്കായിരിക്കുന്ന സമയത്താണ്. അപ്പൊ ആ നേർച്ച ശർഈയിൽ അനുവദനീയമായ നേർച്ചയാണെങ്കിൽ അത് വീട്ടൽ അനുവദനീയമാണ്, അത് വീട്ടേണ്ടതുണ്ട് എന്നറിയിക്കുന്നു ഈ ഹദീസ്. ജാഹിലിയത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്? നേർച്ചയാക്കിയിട്ടുണ്ട് ഇഅ്തികാഫ്. അപ്പോ മക്കാ മുശ്രിക്കുകളെ കുറിച്ചിട്ട് ഒന്നുകൂടി വെളിച്ചം കിട്ടുന്ന ഒരു ഹദീസാണ് ഇത്. കാരണം ചിലർ മക്കാ മുശ്രിക്കുകളെ കുറിച്ച് പരിചയപ്പെടുത്താറുള്ളത് അവര് നമ്മുടെ നാട്ടിലെ അന്യമതസ്ഥരൊക്കെ പോലെ എന്തോ ആരോ ഇബാദത്ത് ചെയ്ത് ജീവിച്ച എന്തോ ആണ്. എന്തിനാണ് അവര് നമ്മൾക്ക് ശിർക്കൊന്നുമില്ല, നമ്മൾ അതേപോലെ അവരെ പോലെ നമ്മളെ കുറിച്ച് പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മക്കാ മുശ്രിക്കുകളെ വേറെ രൂപത്തിൽ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മക്കാ മുശ്രിക്കുകൾ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് പഠിച്ചാൽ നമുക്ക് ഷിർക്കും തൗഹീദും അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. മക്കാ മുശ്രിക്കുകളുടെ ഈ കയ്യിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവർ പഠിപ്പിച്ച ദീനിന്റെ അള്ളാഹുവിന്റെ ദീനിന്റെ ചില കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അത് പല ഫസാദായ രൂപത്തിലാണ് അവർ ചെയ്തിരുന്നു എന്ന് മാത്രം. അവർക്ക് അവരുടേതായ രൂപത്തിലുള്ള തവാഫ് അവർ ചെയ്തിരുന്നു, പക്ഷേ വസ്ത്രം ഇല്ലാതെയാണ് അവർ ചെയ്തിരുന്നത്. ഹജ്ജ് ചെയ്തിരുന്നു, ഹാജിമാർക്ക് ഭക്ഷണം കൊടുത്ത ആളായിരുന്നു ലാത്ത് എന്ന് പറയുന്ന വ്യക്തി. അതേപോലെ ഈ ഹദീസിൽ ഇഅ്തികാഫ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവർ കാബയെ ആദരിച്ചിരുന്നു, അവർ ആദരിച്ചിരുന്നു, അങ്ങനെ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ഇതൊക്കെ അവിടെ ബാക്കിയുണ്ടായിരുന്ന കാര്യമാണ്. പക്ഷെ അവരുടെ ശിർക്ക് അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ഭരമേൽപ്പിക്കുകയൊക്കെ ചെയ്ത ശിർക്കുകളാണ് അവർക്ക് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു നദർ നടത്തിയത്? ഇന്നി കുന്തു നദർതു ഫിൽ ജാഹിലിയ അൻ അഅ്തകിഫ ലൈലൻ. ചില റിവായത്തിൽ ദിവസം ഉണ്ട്, എന്തായാലും ഒരു രാത്രി ആയാലും ഒരു പകലായാലും ഒരു പൂർണ്ണമായ രാവും പകലും അടങ്ങുന്ന ഒരു യൗമാണെങ്കിലും അത് ഇതിൽ ഉൾപ്പെടുന്നു. ഫിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ എനിക്ക് അങ്ങനെ ഇഅ്തികാഫ് ഇരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിച്ചു ആ പറഞ്ഞ ഇഅ്തികാഫിൽ. കാരണം നേർച്ച വെച്ച കാര്യം ഹറാമായ കാര്യമാണെങ്കിൽ അത് വീട്ടാൻ പാടില്ല. ഒരാൾ എന്തെങ്കിലുമൊക്കെ ഹറാമായി നേർച്ച വെച്ചു, ഞാൻ ഇന്ന് ദർഗയിൽ പോയി ഒരു ആടിനെ അറക്കണമെന്ന് ഞാൻ നേർച്ച വെച്ചു എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ അത് വീട്ടാൻ പറയാൻ പാടില്ല. അത് നിഷിദ്ധമായ കാര്യമാണ് നേർച്ച വെച്ചിട്ടുള്ളത്, ചെയ്യൽ അനുവദനീയമല്ല. ഹലാലായ മുബാഹായ അനുവദനീയമായ കാര്യം മാത്രം നേർച്ച അത് വീട്ടാൻ പാടുള്ളൂ. അപ്പൊ ഇത് മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളതാണ്. ജാഹിലിയത്തിൽ വെച്ച നേർച്ചയും തെറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു ഫൗഫി ബിനദ്രിക്, ഞാൻ നേർച്ച വീട്ടിക്കോളൂ, അത് പൂർത്തിയാക്കിക്കോളൂ എന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് നേർച്ചയുമായി ബന്ധപ്പെട്ടതല്ല, ഇഅ്തികാഫ് ഉണ്ടായിരുന്നു, മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതിനുള്ള ഫായിദ ഒന്ന് സിഹത്തു നസ്രിൽ ഇബാദ മിനൽ കാഫിർ ഹാല കുഫ്രിഹി. ഒരാൾ കുഫറിലുള്ള കാഫിറായിരിക്കുന്ന സമയത്ത് അയാൾ വല്ല നേർച്ചയും വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ശരിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അത് ശരീഅത്തിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് എങ്കിൽ. വുജൂബുൽ വഫായി അലൈഹി ബിഹി ഇദാ അസ്ലമ ഇല്ലം യുഫി ബിഹി ഹാല കുഫ്രിഹി. അയാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ അത് വീട്ടൽ നിർബന്ധമായി. ഇപ്പൊ ഒരാള് ദരിദ്രർക്ക് 10 സാധുക്കൾക്ക് യതീം മക്കൾക്ക് കാഫിറായ ഒരാള് യതീം മക്കൾക്ക് 10 ആൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേർച്ചയാക്കിയിട്ട് അയാൾ മുസ്ലിം ആയിട്ടില്ല, പക്ഷെ പിന്നീട് മുസ്ലിം ആയാലും അത് ഒരു യതീമായ വ്യക്തിക്ക് കൊടുക്കുന്നത് എന്ത് ചെയ്യാം, അത് അയാൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ഹദീസ്, ഇത് ഈ ബാബിലെ അവസാനത്തെ ഹദീസാണ്. അൻ സഫിയ്യത്ത് ബിൻ ഹുയയ്യിൻ റളിയല്ലാഹു അൻഹ ഖാലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹ അവരാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അവർ പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തകിഫൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുന്നവരായിട്ടാണുള്ളത്. ഫഅതൈതുഹു അസൂറുഹു ലൈലൻ ഫഹദ്ദസ്തുഹു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി അവിടെ സന്ദർശിച്ചു. അപ്പോൾ അതിൽ നിന്നും ഇഅ്തികാഫുള്ള ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സിയാറ നടത്തുന്നത് തെറ്റില്ല. ഒരു ആവശ്യം ഒന്ന് കാണാൻ വേണ്ടി, ഒരു കാര്യം പറയാൻ വേണ്ടി. അങ്ങനെ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അതിൽ മറ്റൊരാൾ ഒരു സംസാരവും പാടില്ല എന്നല്ല, മറിച്ച് എന്തെങ്കിലും ഒരു മസ്ലഹത്ത്, ഒരു ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ വന്ന് കണ്ടാൽ എന്താണ് സംസാരം, അത് അനുവദനീയമാണ്, അതിൽ അറിയിക്കുന്നു. ഫഅതൈതുഹു അസൂറുഹു ലൈലൻ, രാത്രിയിൽ ഞാൻ വന്ന് അങ്ങനെ സംസാരിക്കും. ഫഹദ്ദസ്തുഹു, സംസാരിക്കുകയും ചെയ്തു. സുമ്മ ഖുംതു ലിഅൻഖലിബ്, ഞാൻ മടങ്ങുന്നതിന് വേണ്ടി തയ്യാറായി. ഫഖാമ മഇ ലിയഖ്ലിബനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അനുഗമിച്ചുകൊണ്ട് എന്നെ യാത്രയാക്കാൻ വേണ്ടി ഒപ്പം വന്നു. അല്ല, ഒരാൾ വന്നു കഴിഞ്ഞാൽ തിരിച്ച് യാത്രയാക്കാൻ വേണ്ടി നമ്മളൊന്നിങ്ങനെ വാതിൽ വരെയൊക്കെ പോകും. ഇപ്പം നമ്മളിവിടെ ഇരിക്കുകയാണ്, ഒരാൾ വന്ന് സംസാരിച്ചു, വാതിൽ വരെ അങ്ങനെ പോയി. വക്കാന മസ്കനുഹ, റാവി പറയുന്നു, വക്കാന മസ്കനുഹ ഫി ദാരി ഉസാമത്ത് ബിൻ സെയ്ദ്. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അടുത്താണ് അവരുടെ വീട്. അത് അവരുടെ വീട് കുറച്ച് പോകാനുണ്ട്, തൊട്ടടുത്ത വീടായിരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം അങ്ങനെ വാതിൽ വരെ പോയത്. ഫമറ റജുലാനി മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട 2 ആളുകൾ അപ്പോൾ അതിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഫലമ്മാ റഅയാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅ,
അവർ രണ്ടുപേരും റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ധൃതി കൂട്ടി നടത്തത്തിൽ. അത് കൂടെ ഒരു സ്ത്രീയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകണം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഭാര്യയായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? പെട്ടെന്ന് ധൃതി കൂട്ടി. അവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അലാ റിസ്ലികുമാ, നിങ്ങൾ ധൃതി കൂട്ടണ്ട, നിങ്ങൾ നേരത്തെ ഉള്ളതുപോലെ പതുക്കെ തന്നെ പോയിക്കൊള്ളൂ. ഇന്നഹ സഫിയ്യത്തു ബിൻതു ഹുയൈ, ഇതെന്റെ ഭാര്യ സഫിയാണ്. സഫിയ്യത്തു ബിൻതു ഹുയൈ എന്ന് പറഞ്ഞാൽ വ്യക്തമായി, അത് ഹുയൈന്റെ മകൾ സഫിയ എന്ന് പറഞ്ഞത് എന്റെ ഭാര്യയായ സഫിയയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ സഹോദരങ്ങൾ, ഇത് എന്തെങ്കിലുമൊക്കെ ഒരു സംശയമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആളുകൾക്ക് ആ സംശയം ഇല്ലാതാക്കാൻ വേണ്ടി അത് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത് ദീൻ നമ്മുടെ ഇർളിനെ, നമ്മുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഇർളിന്, അഭിമാനത്തിന് വിലയുണ്ട്. നമ്മുടെ അഭിമാനത്തിന് കളങ്കമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വളരെ വ്യക്തമാക്കി കൊടുക്കണം എന്നുള്ളത് പഠിപ്പിക്കുന്നു. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്, ഒരിക്കലും സ്വഹാബികൾ ഇതിൽ പറയുന്നത് പോലെ തന്നെ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തെറ്റിദ്ധരിക്കുകയില്ല. കാരണം ഇത് പറഞ്ഞപ്പോൾ തന്നെ സ്വഹാബികൾ പറയുന്നത് സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അവർ അത്ഭുതം കൊണ്ട് പറയാൻ സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അതായത് സുബ്ഹാനല്ലാഹ് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയോ, അള്ളാഹു എത്ര പരിശുദ്ധൻ, അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന ശൈത്താൻ യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദം, പിശാജ് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന രക്തധമനികളിലൂടെ പിശാജ് സഞ്ചരിക്കുന്നു. വഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശർറ, പിശാജ് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഷർറ് കൊണ്ടിടുമോ എന്നുള്ളത് ഞാൻ ഭയപ്പെടുകയാണ്. കാരണം അപ്പം ഉണ്ടാവില്ല, പിന്നീട് വേറെ എന്തെങ്കിലുമൊക്കെ സമയത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വല്ല സാഹചര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അത് വ്യക്തമാക്കി നൽകുക എന്നുള്ളത് ദീൻ നമ്മുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഹദീസിന്റെ പ്രധാനപ്പെട്ട വിഷയം, എത്തിക്കാഫ് ഇരിക്കുന്ന ആളുമായി സംസാരിക്കൽ അനുവദനീയമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഒരു സിയാറ അനുവദനീയമാണ്. അതുപോലെ ഭാര്യയാണെങ്കിൽ ഭാര്യയുമായി എത്തിക്കാഫിന്റെ ഇടയിൽ സംസാരിക്കുക, നേരിട്ട് തന്നെ സംസാരിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് തുടങ്ങുന്ന കാര്യമാണ്. പക്ഷെ ഇതിന്റെ അവസാനത്തിൽ വന്ന വലിയ പാഠമാണ്, നമ്മുടെ ഇർദിന്, അഭിമാനത്തിന് കോട്ടമുണ്ടാകുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ട് എങ്കിൽ അത് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാത്തിനും ഉണ്ടാകുക എന്നുള്ളത് പരിഹാരമല്ല, മറിച്ച് ചില സമയത്ത് അത് വ്യക്തമാക്കുന്നതിന് വേണ്ടി വരും. وفي رواية أنها جاءت تزوره في اعتكافه في المسجد في العشر الأواخر من رمضان فتحدثت عنده ساعة ثم قامت تنقلب فقام النبي صلى الله عليه وسلم معها يقلبها حتى إذا بلغت باب المسجد عند باب أم سلمة ذكره بمعنى. ഈ പറഞ്ഞ കാര്യം തന്നെ, അവർ വന്ന കാര്യവും സന്ദർശിച്ചതും സംസാരിച്ചതും അങ്ങനെ കുറച്ചു നേരം കഴിച്ചു കൂട്ടിയതും അങ്ങനെ മടങ്ങാൻ ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പോയതും ഒക്കെ വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസോടുകൂടി സഹോദരങ്ങളെ, കിതാബു സിയാം എന്ന് പറയുന്ന വലിയ അധ്യായം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് കിതാബുൽ ഹജ്ജാണ് പഠിക്കാനുള്ളത്. ഹജ്ജുമായി ബന്ധപ്പെട്ട മസ്അലകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക.